الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അൽ ഇമാം അൽ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ ഫവായിദു മുസ്തംബതത്തുൻ മിൻ ഖിസ്സത്തി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കഥയിൽ നിന്ന് അഥവാ സൂറത്ത് യൂസുഫിൽ നിന്നുള്ള ഫായിദകൾ എന്ന റിസാലയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത ഫസ്ല് അൽ ഫസ്ലു അസ്സാമിൻ, എട്ടാമത്തെ ഫസ്ൽ. വമിൻ ഫവായിദിൽ ഖിസ്സ, ഈ കഥയിൽ നിന്നുള്ള ഫായിദയിൽപ്പെട്ടതാണ് അൽ ഇർഷാദു ഇലാ ത്വരീഖിൻ നാഫിഇൻ മിൻ തുർഖിൽ ജിദാൽ വൽ മുഖാബലത്തി ബൈനൽ ഹഖ് വൽ ബാതിൽ. ഹഖിനെയും ബാതിലിനെയും വേർതിരിക്കാൻ, അല്ലെങ്കിൽ അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉപകാരപ്രദമായ രീതിയിലുള്ള സംസാരങ്ങൾ അത് നടത്തുക എന്നതിലേക്കുള്ള ഒരു മാർഗനിർദ്ദേശം ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കും. എന്താണ് ഉദ്ദേശിക്കുന്നത്? വഹുവ ബയാനു മാ ഫിൽ ഹഖ് മിനൽ ഖൈറിൽ വൽ മനാഫിഇൽ ആജിലതി വൽ ആജില വമാ ഫിൽ ബാതിൽ മിൻ ളിദ്ദി ദാലിക്. എന്താണോ ഖൈറായിട്ടുള്ളത്, ഉപകാരമായിട്ടുള്ളത്, ആ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനും ബാത്തിലായിട്ടുള്ളതിന്റെ അതിന്റെ അപകടം മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് പരിശ്രമിക്കാം. قال تعالى في دعوة يوسف للتوحيد. യൂസുഫ് നബി അലൈഹിസ്സലാം തൗഹീദിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല സൂറത്ത് യൂസുഫിലെ 39-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ സാഹിബൈ സിജ്ൻ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ഒപ്പം ഉണ്ടായിരുന്ന രണ്ടാളുകളോട് പറഞ്ഞു, വ്യത്യസ്ത റബ്ബുകളാണോ അതോ അള്ളാഹു ഏകനും സർവാധിപനുമായിട്ടുള്ള അള്ളാഹു ആണോ ഉത്തമൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ എന്തു പറയുന്നുണ്ട്? ഷിർക്കിന്റെ നിരർത്ഥകത, അത് എത്രത്തോളം ഒരു ഉപകാരവും ഇല്ലാത്തതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഷിർക്കിന്റെ ആളുകൾക്ക് അത് ഏത് വിഭാഗമാണെങ്കിലും അവർക്കെല്ലാം ഒരു മഅബൂദ് ഉണ്ടാവും, ഇലാഹ് ഉണ്ടാകും. ഇമ്മാനാറുൻ, ചിലർ തീയിനെയാവും ആരാധിക്കുന്നത്. ഔ സനമുൻ, ചിലർ വിഗ്രഹങ്ങളെ ആയിരിക്കും. ഔ ഖബറുൻ, ചിലർ ഖബറിനെ ആയിരിക്കും. ഔ മയ്യിത്തുൻ, ചിലർ മയ്യിത്തുകളെ ആയിരിക്കും. അതായത് ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ റബ്ബുകൾ, അവരെ ആരാധിക്കുന്ന അവരുടെ ഇലാഹുകൾ എന്നും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഷിർക്കിന്റെ ആളുകൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ചില ആളുകൾ മരത്തെ ആരാധിക്കുന്നുണ്ടാവും, ചില ആളുകൾ കല്ലിനെ, ചില ആളുകൾ ഖബറിനെ, മയ്യിത്തിനെ, അല്ലെങ്കിൽ ജീവനുള്ള ആളുകളെ, മൃഗങ്ങളെ, ഇങ്ങനെ വ്യത്യസ്തമാണ്. ഔ ഗൈറു ദാലിക മിനൽ മഅബൂദാത്തിൽ മുതഫർരിഖത്തി അല്ലതി ലാ തംലികു ലിനഫ്സിഹാ വലാ ലിഅഹ്ലിഹാ നഫ്അൻ വലാ ദുർറ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. ഒരു ഉപകാരവും ഇല്ലാത്ത, അവരെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല, ഒരു ഉപദ്രവം വരുത്താനോ അവർക്ക് സാധിക്കില്ല. ഒരാളെ ജീവിപ്പിക്കാനോ മരിപ്പിക്കാനോ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാനോ ഒന്നിനും സാധിക്കാത്ത വസ്തുക്കളെയും വ്യക്തികളെയുമായിരിക്കും ഷിർക്കിന്റെ ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത്. അതിൽ ഓരോ വിഭാഗവും മറ്റൊന്നിനെയും വഴികേടിലാക്കുന്നതായിരിക്കും. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്, ഇതുപോലെ ഒരു ഉപകാരവുമില്ലാത്ത ഈ ഇലാഹുകളാണോ അതോ ഏകനും സർവാധിപനുമായിട്ടുള്ള അള്ളാഹു ആണോ ഉത്തമൻ എന്നുള്ളതാണ്. ഇനി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഈ ഒരു ദഅവത്തിൽ, ഈ ഒരു സംസാരത്തിന്റെ രീതിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലാണ് പറയുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം 3 അള്ളാഹുവിന്റെ മഹത്തായ വിശേഷണങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അന്നഹു അല്ലാഹ്, അവൻ അള്ളാഹു ആണെന്ന് പറഞ്ഞു. അള്ളാഹ് എന്നുള്ള നാമം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലദീ ലഹുൽ അസ്മാഉ വസ്സിഫാത്തുൽ ഉൽയ,
ഉന്നതമായ നാമങ്ങളും വിശേഷണങ്ങളും ഉള്ളവനാണ് അല്ലാഹു തആല. വമിൻഹു നിഅം കുല്ലുഹാ വബിദാലിക ഇസ്തഹഖ അൻ യകൂന അല്ലാഹു അൽ മഅലൂഹ്. എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആരാധിക്കപ്പെടാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളതാണ്. ഇലാഹു അഹ്ലിൽ അർളി വഅഹ്ലുസ് സമാ, ഭൂമിയിലുള്ളവരുടെയും ആകാശത്തിലുള്ളവരെയും ഇലാഹ്. വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹുൻ, അവനാണ് ഏത് ആകാശത്തിലും ഭൂമിയിലുമെല്ലാം ഇലാഹായിട്ടുള്ളവൻ. അപ്പൊ ഒന്നാമത് അള്ളാഹ് എന്നുള്ള നാമത്തെ, അതിന്റെ മഹത്വത്തെ അറിയിച്ചുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വഅന്നഹു അൽ വാഹിദ്, അള്ളാഹുവിന്റെ മറ്റൊരു നാമമായിട്ടുള്ള അൽ വാഹിദ് എന്നുള്ള നാമം പറഞ്ഞുകൊണ്ടാണ്. അൽ വാഹിദുൽ മുതഫർരിദു ബികുല്ലി സിഫത്തി കമാലിൻ, എല്ലാ പരിപൂർണതയിലും ഏകനായിട്ടുള്ളവൻ. അള്ളാഹുവിനെ പോലെ വിശേഷണങ്ങളിൽ പരിപൂർണനായിട്ടുള്ള വേറൊരാളുമില്ല. വൽ മുതവഹ്ഹദു ബിനഊത്തിൽ ജലാലി വൽ ജമാലി അല്ലദീ ലാ ശരീക ലഹു ഫീ ശൈഇൻ മിനൽ അഫ്ആൽ, എല്ലാവിധ വിശേഷണങ്ങൾ കൊണ്ടും മഹത്വം കൊണ്ടും സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും അള്ളാഹുവിനോടൊപ്പം ഒന്നുമില്ലാതെ പരിപൂർണനായിട്ടുള്ള ഏകനാണവൻ എന്ന് ആ രീതിയിലാണ് വാഹിദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേത് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? ഖഹാർ എന്നാണ്. വഅന്നഹു അൽ ഖഹാറു ലികുല്ലി ഷൈഇൻ. ഖഹാർ എന്നുള്ളതിന് മലയാളത്തിൽ പറയുന്ന പദം സർവാധിപൻ എന്നുള്ളതാണ്. എല്ലാത്തിനെയും അധികാരപ്പെടുത്തിയിട്ടുള്ള, കീഴ്പ്പെടുത്തിയിട്ടുള്ളവൻ. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു. ഫജമീഉൽ ആലമിൽ ഉൽവി വസ്സുഫ്ലി കുല്ലുഹും മഖ്ഹൂറൂന ബിഖുദ്റതിഹി, ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ എല്ലാം അള്ളാഹുവിന്റെ ശക്തിയുടെയും കഴിവിന്റെയും കീഴിൽ, അധികാരത്തിന് കീഴിലാണ്. ഖാദിഊന ലിഅളമതിഹി, അള്ളാഹുവിന്റെ മഹത്വത്തിന് മുമ്പിൽ കീഴൊതുങ്ങിക്കൊണ്ട്. മുതദല്ലിലൂന ലിഇസ്സതി വജബറൂതിഹി, അള്ളാഹുവിന്റെ പ്രതാപത്തിന് മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട്. ഫമൻ ഹാദിഹി സിഫാതുഹുൽ അദീമ ഹുവല്ലദീ ലാ തൻബഇ അൽ ഇബാദത ഇല്ലാ ലഹു വഹ്ദ ലാ ശരീക ലഹ്. ഈ മഹത്തായ വിശേഷണങ്ങൾ ആർക്കാണോ ഉള്ളത് അവൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഈ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഇലാഹുകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ഖബറിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെയോ വ്യക്തികളെയോ ആരാധിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം മഹത്തായ അള്ളാഹുവിന്റെ ഈ 3 നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്, ദഅവത്ത് ചെയ്യുന്നിടത്ത്, തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നിടത്ത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം ദഅവത്ത് ചെയ്യാൻ. വമിൻഹ, മറ്റൊരു ഫായിദ, അന്ന ദീനൽ മുസ്തഖീമ الذي عليه جميع الرسل واتباعهم هو عبادة الله وحده لا شريك له. മുസ്തഖീമായിട്ടുള്ള, നേരെ ചൊവ്വയുള്ള ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനു മുമ്പുള്ള എല്ലാ നബിമാരും ക്ഷണിച്ചതാണ്. അതെന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവരൊരു പങ്കുകാരനുമില്ല എന്നതാണ്. അതാണ് എല്ലാ നബിമാരെയും അയക്കപ്പെട്ടതിന്റെ ലക്ഷ്യം. എല്ലാ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് എന്തിനാണ്? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഇതിലാണ് എല്ലാ റസൂലുകളെയും അയച്ചിട്ടുള്ളത്. അതിനെന്താണ്? സൂറത്ത് യൂസുഫിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ് ദാലിക ദീനുൽ ഖയ്യിം. എല്ലാവിധ അധികാരവും അല്ലാഹുവിനാണ്. അവൻ കൽപ്പിച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിക്കാനാണ്. അതാണ് നേരെ ചൊവ്വയുള്ള ദീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ മേലെ മാത്രമേ നിലകൊള്ളുകയുള്ളൂ. തൗഹീദിൽ ഒരാൾക്ക് പാളിച്ച വന്നുവോ, ഒരാൾക്ക് ന്യൂനതകൾ വന്നുവോ, അവന്റെ ദീന് മുസ്തഖീമായിട്ടുള്ള ദീനിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ഫഹുവ ദീനുൽ മുസ്തഖീം, അതാണ് യഥാർത്ഥ ദീൻ. അൽ മുഖീമു ലിൽ അഖാഇദി വൽ അഖ്ലാഖി വൽ അഅമാൽ. ദീൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ മേലെയും സ്വഭാവത്തിന്റെ മേലെയും കർമ്മങ്ങളുടെ മേലെയും നിലനിൽക്കുന്നതാണ്. അഥവാ ദീന് 3 ഭാഗങ്ങളാണുള്ളത്. ദീൻ എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളാണ്. ഒന്ന് വിശ്വാസം, യഥാർത്ഥ വിശ്വാസം തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ളത്. 2 അഅമാലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ. 3 അവന്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതാണ് പൂർണ്ണമായിട്ടുള്ള നേരെ ചൊവ്വയുള്ള ദീൻ. അല്ലദീ ലാ തസ്തഖീമു ഉമൂറദ്ദീനി വദ്ദുനിയ ഇല്ലാ ബിഹി. ഈ ദീന് കൊണ്ടല്ലാതെ ഒരാളുടെ ദീനും ദുനിയാവും നേരെ ചൊവ്വേ നിലനിൽക്കുകയില്ല. വമിൻഹ, മറ്റൊരു ഫായിദ, വുജൂബുൽ ഇഅ്തിറാഫി ബിനിഅമില്ലാഹി ദീനിയ വദ്ദുനിയവിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ദീനിയായതും ദുനിയവിയായതുമുള്ള നിഅമത്തുകളെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്.
അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ദുനിയവിയായ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നല്ല ജോലി, നല്ല സമ്പത്ത്, ആരോഗ്യം, കുടുംബം, സന്താനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദീനിയായിട്ടുണ്ടാകും തൗഹീദ്, സുന്നത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ്. ഇത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് ലിഖൗലിഹി, അതിൽ പറയാനുള്ള കാരണം സൂറത്ത് യൂസുഫിലെ 38-ാമത്തെ ആയത്താണ്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കിടക്കുന്ന ആളുകളോട് ദഅവത്ത് ചെയ്തപ്പോൾ അവർക്ക്, അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനും യാക്കൂബ് കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സന്താന പരമ്പരയിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവസാനം പറയാണ് ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ, ഇത് അള്ളാഹു ഞങ്ങളുടെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അവന്റെ ഔദാര്യമാണ്. അപ്പൊ നമുക്ക് തൗഹീദ് ലഭിച്ചു, അല്ലെങ്കിൽ ഇസ്ലാം ലഭിച്ചു, അല്ലെങ്കിൽ സുന്നത്തനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖുണ്ട്. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടല്ല, അള്ളാഹു നൽകിയ ഫദ്ലാണ്. ഇത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് ഫഹുവല്ലദീ മന്ന ബിൽ ആഫിയതി വൽറിസ്ഖി വതവാബിഇ ദാലിക്. അല്ലാഹുവാണ് നമുക്ക് ആരോഗ്യം നൽകിയിട്ടും നമുക്ക് റിസ്ക് നൽകിയിട്ടും അതുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും അനുഗ്രഹമായി നൽകിയിട്ടുള്ളവൻ. വഹുവല്ലദീ മന്ന ബിനിഅമത്തിൽ ഇസ്ലാം, ഇസ്ലാം എന്ന അനുഗ്രഹം കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ചവൻ. വൽ ഈമാനി വത്വാഅതി വതവാബിഇ ദാലിക്, ഈമാനും അനുസരണവും അതുപോലെയുള്ള ദീനിയായ കാര്യങ്ങളും. ഫഅലൽ അബ്ദി അൻ യഅ്തരിഫ ബിഹാ ബിഖൽബിഹി, ഒരു അടിമയുടെ മേലെയുള്ള ബാധ്യത എന്താണ്? അത് അവന്റെ ഖൽബ് കൊണ്ട് അംഗീകരിക്കണം. വയതഹദ്ദസു ബിഹാ, അത് പറയണം, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണെന്ന് പറയണം. വയസ്തഈനു ബിഹാ അലാ ത്വാഅത്തിൽ മുൻഇം, അള്ളാഹുവിനോട് വീണ്ടും ഈ നിഅമത്ത് നൽകിയവനോ അനുസരിക്കാനുള്ള വീണ്ടും സഹായത്തെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ദീനിയായതാവട്ടെ ദുനിയവിയായതാവട്ടെ അത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ പറയുക, അത് ഖൽബ് കൊണ്ട് അംഗീകരിക്കുക, ആളുകളുടെ മുമ്പിൽ പറയുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് അംഗീകരിക്കൽ നിർബന്ധമാണ്. ومنها أن الإحسان في عبادة الله والإحسان إلى العباد سبب ينال به العلم وتنال به خيرات الدنيا والآخرة. അടിമകളോട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകളോടും ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ വരുത്തലും ദോഷത്തെ തടയലും എന്നാണ് ഇഹ്സാനിന്റെ അർത്ഥം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മയുണ്ടാക്കുക, ദോഷത്തെ തടയുക. അപ്പൊ അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ ഇഹ്സാനുണ്ട്, സൃഷ്ടികളോട് ഇഹ്സാനുണ്ട്. അത് ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് ഇൽമ് ലഭിക്കാനുള്ള ഒരു കാരണമാകും. അതുപോലെ തന്നെ അവന്റെ ദുനിയാവിനും പരലോകത്തിനും മറ്റുള്ള ഖൈറാത്തുകൾ ലഭിക്കാനുള്ള കാരണമാകും. ലിഖൗലിഹി, അത് പറയാനുള്ള കാരണം സൂറത്ത് യൂസുഫിലെ 22-ാമത്തെ ആയത്താണ്. വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു പറയാണ്, നല്ല പ്രായപൂർത്തിയും പക്വതയും എത്തിയ സന്ദർഭത്തിൽ നാം അവന് ഹിക്മത്തും ഇൽമും നൽകി. അള്ളാഹു പറയാൻ ഹിക്മത്തും ഇൽമും നൽകി. എന്നിട്ട് പറഞ്ഞത് അവസാനം എന്താണ്? വകദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുക. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലും അഥവാ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹു നമ്മെ നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ ഇബാദത്ത് ചെയ്യുന്നിടത്തും, അതുപോലെ സൃഷ്ടികൾക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മാതാപിതാക്കളാവട്ടെ, കുടുംബമാവട്ടെ, അയൽവാസികളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, അതുപോലെ ബാക്കിയുള്ള ആളുകളോട് ഇഹ്സാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഇൽമ് ലഭിക്കാനുള്ള ഒരു സബബാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം മുഹ്സിനീങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് അള്ളാഹു അത് പറഞ്ഞത്. അതുപോലെ തന്നെ 56, 57 ആയത്തുകളിൽ അള്ളാഹു തആല പറഞ്ഞു, നുസീബു ബിറഹ്മതിനാ മൻ നശാഉ വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ വലാ അജ്റുൽ ആഖിറതി ഖൈറുൻ ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ. നമ്മുടെ ഔദാര്യത്തിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നൽകും, അത് മുഹ്സിനീങ്ങൾക്കുള്ള പ്രതിഫലമാണ്. അതുപോലെ തന്നെ പരലോകത്തും പ്രതിഫലം നൽകും ഈമാനും തഖ്വയുള്ളവർക്ക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഈമാനും തഖ്വയും അതിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാകും. ഫജഅല അല്ലാഹു, ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഫജഅല അല്ലാഹു ലിഇഹ്സാന സബബൻ ലിനൈലി ഹാദിഹിൽ മറാത്തിബൽ ആലിയ. അപ്പൊ ഈ ഉന്നതമായ സ്ഥാനം നമുക്ക് ദീനിൽ ലഭിക്കണമെങ്കിൽ, ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അതിനുള്ള കാരണമായിട്ട് അല്ലാഹു തആല വെച്ചിട്ടുള്ള കാര്യമാണ് ഇഹ്സാൻ ചെയ്യുക എന്നത്. അള്ളാഹുവിനോടുള്ള ഇഹ്സാനുണ്ട്, സൃഷ്ടികളോടുള്ള ഇഹ്സാനുമുണ്ട്. അത് നമുക്ക് ഒരുപാട് ഖൈറുകൾ ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. വമിൻഹാ, ഈ സൂറത്തിലെ ഫായിദകൾ അന്ന النظر الى الغايات المحبوبه يهون المشاق المعترضه في وسائلها. നമ്മൾ
ഒരു കാര്യം ചെയ്യുമ്പോൾ, നമുക്ക് ലക്ഷ്യം വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവും, ഒരു ഖൈർ ഉണ്ടാവും. അതിന്റെ അവസാനത്തിൽ അത് ലഭിക്കുമ്പോഴുള്ള അതിന്റെ അവസാനം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുകയും വിചിന്തനം ചെയ്യുകയും അത് നേടുന്നതിലേക്കുള്ള പാതയിൽ നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതിനെ ദുർബലമാക്കി, അതിനെ ലഘുവാക്കി തരും. ഇവിടെ സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് ഫമതാ അലിമൽ അബ്ദു ആഖിബത്തൽ അംരി വമാ യഊലു ഇലൈഹി മിൻ ഖൈരിദ് ദുനിയ വൽ ആഖിറ ഹാനത് അലൈഹിൽ മശഖ്ഖ. ഒരടിമ മനസ്സിലാക്കുകയാണ് അവന്റെ ഏതെങ്കിലും ഈ ജീവിതത്തിന്റെ യാത്രയിൽ അവസാനത്തിൽ എന്താണ് ഉണ്ടാകുന്നത്, അതുകൊണ്ടുണ്ടാവുന്ന ഖൈർ എന്താണ്, ഏത് കാര്യത്തിലും അവസാനത്തിലുണ്ടാവുന്ന ഖൈർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേക്ക് എത്തുന്നതിലുള്ള എന്തൊക്കെ തടസ്സങ്ങളും ഞെരുക്കങ്ങളുമാണോ അതെല്ലാം ലഘുവായി തീരും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും നമ്മൾ എന്ത് കാര്യം, നമ്മൾ ദുനിയാവിൽ ഇപ്പൊ ഒരു തിന്മ നമ്മൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുക. അപ്പൊ അത് ആ തിന്മ ഒഴിവാക്കിയാൽ അവസാനത്തിൽ നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ആലോചിക്കുമ്പോൾ ഒഴിവാക്കുമ്പോഴുള്ള തടസ്സങ്ങൾ നമുക്ക് ലഘുവായി തീരും. ഇപ്പോൾ സ്വർഗം, നാളെ പരലോകത്ത് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയം നേടിയാൽ സ്വർഗമാണ് ലഭിക്കുക എന്ന് നമുക്കറിയാം. അപ്പൊ അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നത് അത് സ്വർഗം നേടുന്നതിൽ നമുക്ക് ദുനിയാവിൽ അനുഭവിക്കേണ്ട ഞെരുക്കങ്ങൾ ലഘുവായി തീരും. അപ്പൊ ഏത് കാര്യത്തിന്റെയും അവസാനം അതിലേക്കുള്ള മാർഗത്തിലുള്ള തടസ്സങ്ങളെ ലഘുവാക്കും. ലിഖൗലിഹി തആല, ഇത് പറയാനുള്ള കാരണം സൂറത്ത് യൂസുഫിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ ഇട്ട സമയത്ത്, അവിടെ കിടക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഞെരുക്കുള്ള അവസ്ഥയായിരിക്കും. അല്ലാഹു തആല യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അറിയിച്ചിട്ടുണ്ട്, നീ ഇതിനെപ്പറ്റി നിന്റെ സഹോദരങ്ങളെ അറിയിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, അവരിതിനെക്കുറിച്ച് അശ്രദ്ധമായിരിക്കുന്ന സന്ദർഭത്തിൽ നീ അറിയിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എന്താണ്, ഒരു സമാധാനമാണ്. കാരണം ഇനി വരാൻ പോകുന്ന ഒരു കാര്യം അത് ഖൈറായിട്ടുള്ള ഒരു കാലമുണ്ട് എന്ന് അറിയിക്കുമ്പോൾ അതിലേക്കുള്ള മാർഗം എന്താകും, ലഘുവാകും. فأوحي إلى يوسف في هذه الحال المزعجة أن الأمر سيكون إلى خير وسعة. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ആ ഞെരുക്കത്തിന്റെ സമയത്ത് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്, കാര്യം എന്താവും, കാര്യം വിശാലമാകുന്ന ഒരു അവസ്ഥ വരാനുണ്ട്. وبعد هذه الإهانة الصادرة من إخوتك لك ستكون لك الأثرة عليهم والعاقبة الحميدة. ഈ തരത്തിൽ നിന്റെ സഹോദരങ്ങളിൽ നിന്നൊരു നിന്ദ്യത ഇപ്പോൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ ആ സഹോദരങ്ങൾക്ക് മേലെ ഒരു സ്ഥാനം നിനക്ക് ലഭിക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്നുള്ളതാണ്. وفي هذا من اللطف والتسلية وتخفيف البلاء ما هو من أعظم نعم الله على العبد. അത് മനസ്സിലാക്കുന്നതോടുകൂടി ഒരടിമ നാളെ അവന് ലഭിക്കുന്ന അവന്റെ അവസാനം നല്ലത് ലഭിക്കുന്നത് ആലോചിക്കുന്നതോടുകൂടി അതിനിടയിലുള്ള ആ മാർഗത്തിലുള്ള ആ തടസ്സങ്ങൾ അവന് ലഘുവായി തീരും. അത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു നിഅമത്താണ്. വലിഹാദൽ മഅനൽ ജലീൽ يذكر الله عباده عند المشاق والأمور المزعجة ما يترتب على ذلك من الثواب والخير والطمع في فضله. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ, അവന് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലെല്ലാം അള്ളാഹു നൽകുന്ന മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതെവിടെയാണ്? സൂറത്തുൻ നിസായിലെ 104-ാമത്തെ ആയത്തിലാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂൻ കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. അഥവാ ഉഹുദ് യുദ്ധ സന്ദർഭത്തിൽ സഹാബികൾക്ക് എന്തു പറ്റി? കുറച്ച് വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല സമാധാനിപ്പിക്കുന്ന രീതിയാണ്, ഇൻ തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, ആ ശത്രുക്കൾക്ക് എന്തുണ്ടായിട്ടുണ്ട്? ബദറിൽ നിങ്ങൾക്ക് ഉണ്ടായതിനേക്കാൾ വലിയ വേദനകളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാനുണ്ട്. അഥവാ ഒരു കാഫിറിന് എന്തെങ്കിലും വേദനയോ മുറിവോ സംഭവിച്ചതിന്റെ പേരിൽ പരലോകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു മുഅ്മിൻ എന്താണ്? അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ നേരിട്ടതിന്റെ പേരിൽ പരലോകത്ത് അള്ളാഹുവിന് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. അതിലൂടെ എന്താകും? ആ ഞെരുക്കം അവന് ലഘുവായി തീരും. അപ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായിട്ടുള്ള ഒരു നിഅമത്താണ്. അത് ഇമാം സഅദി റഹിമഹുല്ലാഹ് സൂറത്ത് യൂസുഫിലെ ആയത്തുകളോടെ അറിയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. വഖൗലുഹു തആല, സൂറത്ത് യൂസുഫിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വജ്മഉ അയജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്.
ആ സഹോദരങ്ങൾ കൂടിയാലോചിച്ച സന്ദർഭത്തിൽ അവർ കൊല്ലേണ്ട, അവർ പൊട്ടക്കിണറ്റിൽ ഇട്ടാ മതി എന്നുള്ളത് അവർ കൂടിയാലോചിച്ചു. ദലീലുൻ അലാ റുജൂഇഹിം കുല്ലിഹിം ഇലാ റഅയി മൻ ഖാല. ഇത് എന്തിനുള്ള ഒരു തെളിവാണ്? ആ സഹോദരന്മാരെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു ആ കൊല്ലണ്ട എന്ന് പറഞ്ഞ ആളുടെ അഭിപ്രായം അവർ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. സൂറത്തുൽ യൂസുഫിൽ തന്നെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അതായത് സഹോദരന്മാരിൽ മൂത്ത ആള് കൊല്ലാമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു, ലാ തഖ്തുലു യൂസുഫ് വഅൽഖൂഹു ഫീ ഖയാബത്തിൽ ജുബ്. നിങ്ങൾ കൊല്ലേണ്ട, ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ ഇട്ടാ മതി എന്നുള്ളത്. അവിടെ ഇത് പറയുന്നത് ആ ഒരു അഭിപ്രായത്തിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട് എന്നുള്ളത്. കമാ അന്ന ഖൗലുഹു, അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം 33-34 ആയത്തുകൾ, വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിൻ വഅകും മിനൽ ജാഹിലീൻ ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ. അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ വേണ്ടി ആ സ്ത്രീകൾ ശ്രമിച്ച സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അതിൽ നിന്ന് തെറ്റിക്കണമെന്നുള്ളത്. അള്ളാഹു ഉത്തരം ചെയ്ത് അവരെ തന്ത്രത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്തു. ഇതിനെ പറഞ്ഞുകൊണ്ട് ഇമാം സഅദി പറയാണ്, ദലീലുൻ, ഇതൊരു തെളിവുണ്ട്, അലാ അന്ന നിസ്വത സഅദന ഇംറഅത്തുൽ അസീസ് അലാ യൂസുഫ്. ആ സ്ത്രീകൾ, ആ നാട്ടിലെ സ്ത്രീകൾ അസീസിന്റെ ഭാര്യയെ സഹായിച്ചിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ ആ സ്ത്രീകൾ ഭാര്യയോടൊപ്പം നിന്നിട്ടുണ്ട്. وجعلنا يغرينه بهذا العمل فبعدما رأينا من جمال يوسف الباهر ما رأينا أصبحنا لامرأة العزيز مساعدات بعد أن كنا قبل ذلك عاتبات عليها. ആദ്യം ആ സ്ത്രീകൾ എന്തായിരുന്നു? ഇമ്രത്തു അസീസിനെ ആക്ഷേപിച്ച് പറഞ്ഞവരാണ്. ഏത് വാക്കിൽ? ബിഖൗലിഹിന്ന. അവര് പറഞ്ഞിട്ടുണ്ട് 30-ാമത്തെ ആയത്തിൽ, ഇമ്രഅത്തുൽ അസീസ് തുറാവിദു ഫതാഹ അൻ നഫ്സിഹി ഖദ് ശഗഫഹ ഹുബ്ബ ഇന്നാ ലനറാഹ ഫീ ളലാലിൻ മുബീൻ. അതായത് ഈ വിഷയം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ വേണ്ടി ഇമ്രത്ത് അസീസ് ശ്രമിക്കുകയും ആ വിഷയം നാട്ടിൽ പരക്കുകയും ചെയ്തു. അപ്പൊ സ്ത്രീകൾ ആദ്യം ഈ സ്ത്രീയെ ആക്ഷേപിച്ചു പറഞ്ഞു, ഈ സ്ത്രീ അതാ തന്റെ വീട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. പക്ഷെ പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ട് ഈ സ്ത്രീകളും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്രത്ത് അസീസിനെ സഹായിക്കാൻ ചെയ്തിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ. അതുകൊണ്ടാണ് ഈ ആയത്തിൽ കൈദഹുൻ, അവരുടെ തന്ത്രം എന്ന് പറയാനുള്ളത്. അഥവാ ആ സ്ത്രീകൾ എല്ലാവരും കൂടിയിട്ടാണ് പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതെല്ലാം ചില ആയത്തുകളിലൂടെ അറിയിക്കുന്നു എന്ന് പറഞ്ഞതാണ്. വമിൻഹ, മറ്റൊരു ഫായിദ, أن العقود بما يدل عليها من قول وفعل لا فرق بين عقود التبرعات وعقود المعوضات. അഥവാ ഒരു കരാർ എന്നുള്ളത് ആളുകൾ തമ്മിൽ ഉണ്ടാകുന്ന കച്ചവടപരമായിട്ടുള്ള കരാറുകൾ, അത് വാക്ക് മാത്രമല്ല, വാക്കും പ്രവൃത്തിയും അതിൽപ്പെട്ടതാണ്. അതായത് സാധാരണ നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ വാക്കുകൊണ്ടാണ് കരാറിൽ ഏർപ്പെടുക. പക്ഷേ പരസ്പരം തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും അത് കരാറായി തന്നെ ദീനിൽ പരിഗണിക്കും. എന്നിട്ട് പറയാണ്, ലാ ഫർഖ ബൈന ഉഖൂദി തബറുആത്ത് വ ഉഖൂദിൽ മുഅവ്വളാത്ത്. രണ്ട് തരത്തിലുള്ള കരാറുകൾ ഉണ്ടാവും കച്ചവടവുമായി ബന്ധപ്പെട്ട നൽകലും കൊടുക്കലും വാങ്ങലുമായിട്ട്. ഒന്നാമത്തേത് ഒന്നും ഇങ്ങോട്ട് വാങ്ങാതെ വെറുതെ കൊടുക്കുന്നത്, ഇങ്ങോട്ടൊന്നും വാങ്ങാതെ നമ്മൾ വെറുതെ കൊടുക്കുന്നത്, അതാണ് ഉഖൂദു തബറുആത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഉഖൂദുൽ മുഅവ്വളാത്ത്. ഉഖൂദുൽ മുഅവ്വളാത്ത് എന്നാണ് കച്ചവടം, കൊടുക്കലും വാങ്ങലുമായിട്ട് ഒരു കാര്യം കൊടുത്ത് അതിന് പകരം വാങ്ങുക എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള കൊടുക്കലും വാങ്ങലും ആണെങ്കിലും അതിൽ വാക്കുകൊണ്ട് കരാർ ചെയ്തിട്ടില്ല, പക്ഷെ ആ പ്രവർത്തനം കൊണ്ട് രണ്ടുപേരും തൃപ്തിപ്പെടുന്നുണ്ട് എങ്കിൽ അതൊരു കരാറായി പരിഗണിക്കും. ഇത് പറയാനുള്ള കാരണം, لأن يوسف عليه السلام ملك إخوته بضاعتهم التي اشتروا بها ميرتهم من حيث لا يشعرون. യൂസുഫ് നബി അലൈഹി ഇസ്ലാം, ഇവിടെ നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാർ അവരുടെ കയ്യിലുള്ള കുറഞ്ഞ സാധനങ്ങളുമായിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വരികയാണ്, അഥവാ മിസ്രിൽ വരികയാണ്. യൂസുഫ് നബി ആണെന്ന് അറിയില്ല, മിസ്രിലെ രാജാവിന്റെ അടുത്ത് വരികയാണ്. ഇത് കൊടുത്തിട്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാങ്ങിയിട്ട് അപ്പൊ എന്തെങ്കിലും കൊണ്ടുവന്നവർക്ക് തിരിച്ചു കൊടുക്കുന്നുള്ളതാണ് അവിടെയുള്ള കരാറ്. പക്ഷെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം സഹോദരങ്ങളാണെന്ന് മനസ്സിലായപ്പോ അവർക്ക് കൊടുത്ത ചരക്കിൽ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ കൂടി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിയിട്ടില്ല, അതും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. വലമ്മാ ഫതഹു മതാഅഹും വജദു ബിളാഅതഹും ഫീ റിഹാലിഹിം. അങ്ങനെ നാട്ടിലെത്തിയിട്ട് സഹോദരങ്ങള് ഇവരുടെ ചരക്ക് തുറന്നു നോക്കുമ്പോഴാണ് ഇവർ കൊണ്ടുപോയ സാധനങ്ങളും തിരിച്ചതിൽ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. വദാലിക മാ ദൂന ഈജാബിൻ വഖബൂലിൻ ഖൗലിയിൻ. ഇത് പരസ്പരം ഒരു വാക്കോ
പിന്നെ വാക്ക് പറഞ്ഞുകൊണ്ടുള്ള കരാറിന്റെ അടിസ്ഥാനം ചെയ്തൊരു കാര്യമല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം അത് ചെയ്തു, അത് തൃപ്തിപ്പെട്ടു എന്നുള്ളത് ആ കൊടുക്കൽ വാങ്ങലിൽ ആ കരാറിനെ അറിയിക്കുന്ന കാര്യമാണ്. ഇവിടെ ആകത്തുക എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ ഇത് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിലുള്ള ദലീലായിട്ട് ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം. അതായത് ഒരു കരാറ് നടക്കുമ്പോ വാക്കുകൊണ്ടാണ് പൊതുവെ കരാറ് നടക്കേണ്ടത്. ഞാൻ ഇത്ര രൂപയ്ക്ക് ഈ സാധനം നിന്നിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ള കരാറ്. പക്ഷെ ആ പ്രവർത്തനം തന്നെ അതൊരു കരാറായി പരിഗണിക്കും എന്നുള്ളതിനുള്ള ദലീല് പറഞ്ഞതാണ്. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അൽ ഫസ്ലു താസിഅ, 9ാമത്തെ ഫസ്ല്. ഇദാ ഖീല, ഇനി ഒരാൾ ചോദിക്കുകയാണ്, كيف خفي موضع يوسف على يعقوب وما بينه وبينه إلا مسافة قليلة مع طول المدة وقوة الداعي الملح وعلمه أنه على الوجود وحرصه الشديد على اللقياه. അതായത് എങ്ങനെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സ്ഥാനം, യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്രിലുണ്ട് എന്നുള്ളത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അറിയാതിരുന്നത്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിൽ നിന്ന് മിസ്രിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. ഒരു മിസ്രിന്റെ അടുത്ത് തന്നെയുള്ള താഴ്വരയിലാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ താമസവും. അപ്പൊ ഇത്രയും അടുത്തായിട്ടുള്ള ഈ രണ്ട് നാട്ടിൽ എങ്ങനെയാണ് ഇവർ ഇത്രയും കാലം, ഏകദേശം 40 വർഷത്തോളം പരസ്പരം അറിയാതെ നിന്നത്? അവർക്കാണെങ്കിൽ കാണാനും കണ്ടുമുട്ടാനും അതിയായ ആഗ്രഹമുണ്ട്. എന്നിട്ടും എങ്ങനെയാണ് കാണാതെ ആയത്, പരസ്പരം അവർ കണ്ടെത്താതിരുന്നത് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫൽ ജവാബ്, അതിനുള്ള മറുപടി ആയിട്ട് ഇബ്നു സഅദി റഹിമഹുള്ള പറയാണ്, ലൈസ ദാലിക ബിഗരീബിൻ അലാ ഖുദ്റത്തില്ലാ, അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ, അല്ലാഹുവിന്റെ കഴിവിൽ അതൊരു അസംഭവ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് അത്ര അടുത്താണ് എന്നിട്ടും അറിഞ്ഞില്ലല്ലോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അസംഭവ്യമായിട്ടുള്ള കാര്യമല്ല. ഫൈനൽ അസ്ബാബ വൈൻ ഖവിയത് ജിദ്ദൻ, കാരണങ്ങൾ എത്രത്തോളം ഉണ്ടെങ്കിലും, എത്ര കാരണങ്ങൾ ഒരു കാര്യം നടക്കാനുണ്ടെങ്കിലും ലാ ഖുറൂജ ലഹാ മിൻ ഖളാഇല്ലാഹി വഖദ്രിഹി, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് അത് വിട്ടുപോകില്ല. അതായത് ഒരു കാര്യം നടക്കാൻ എന്തെല്ലാം കാരണങ്ങൾ നമുക്കുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഖദർ ഉണ്ടെങ്കിലേ അത് കാര്യം നടക്കുള്ളൂ, അല്ലെങ്കിൽ അത് നടക്കില്ല. ഫഇന്ന അല്ലാഹു തആല അറാദ അല്ലാ യഹ്സുല അൽ-ഇജ്തിമാഅ ഇല്ലാ ഫിൽ വഖ്തി അല്ലദീ അജ്ജലഹു വൽ ഹാലത്തി അല്ലതി അറാദഹാ, അല്ലാഹു തആല ഉദ്ദേശിച്ചു, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ അവർ ഒരുമിച്ച് കൂടേണ്ടതുള്ളൂ എന്നുള്ളത്. لما له في ذلك من الحكم العظيمة، അത് അല്ലാഹുവിന്റെ മഹത്തായ ഹിക്മത്തുണ്ട്. ومتى أراد الله شيئا في وقت مخصوص قدر من الأسباب الحسية أو المعنوية ما يمنع حصوله قبل ميقاته. അല്ലാഹു ഒരു കാര്യം നടക്കൽ ഇന്ന സമയത്താണ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ കാരണങ്ങളും, ആ കാര്യത്തിലേക്കുള്ള എല്ലാവിധ കാരണങ്ങളും ആ സമയത്തേക്ക് ഒരുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ രീതിയാണ്. അതിനെ ഒന്നും തന്നെ തടയില്ല. അള്ളാഹു ഒരു കാര്യം ഇന്ന സമയത്ത് നടന്നാൽ മതിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിലേക്ക് എന്തെല്ലാം കാരണങ്ങൾ അവിടെ ഉണ്ടെങ്കിലും, അത് ആ സമയത്തെ നടക്കുകയുള്ളൂ, അതിനൊന്നും തടയില്ല. കമാ യഖ്ദുറു മിനൽ അസ്ബാബി മാ യഹ്സുലു ബിഹി മാ അറാദ ഫൽ അസ്ബാബു ബിയദിൽ അസീസിൽ ഹക്കീം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണങ്ങൾ എന്നുള്ളത് അസീസും ഹക്കീമുമായിട്ടുള്ള, അസീസ് എന്ന് പറഞ്ഞാൽ ഖുദ്റത്തിന്റെ പൂർണ്ണതയാണ്, എല്ലാവിധ പരിപൂർണ കഴിവുള്ള. ഹക്കീം എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ പൂർണ്ണതയാണ്. ആ എല്ലാവിധ അറിവുമുള്ള അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം നടന്നോളുന്നില്ല. കാരണങ്ങളെ നിയന്ത്രിക്കുന്ന, അതിനെ ഒരുക്കുന്ന മുസബ്ബിബ് അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. എന്നിട്ട് 1-2 ഉദാഹരണങ്ങൾ ഇമാം സഅദി റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. അഥവാ കാരണങ്ങളെല്ലാം ഉണ്ടായിട്ടും നടക്കാതെ പോയ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. അതിലൊന്ന്, വലൈസ ഹാദാ ബിഅഗ്റ മിൻ ഖദിയ്യത്തി ബനി ഇസ്രായീൽ ഫിത്തീഹ്. ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദർഭം വാപ്പയും മകനും കണ്ടില്ല എന്നുള്ളത്. പക്ഷെ ഇത് എന്തിനേക്കാൾ വലിയ അത്ഭുതമല്ല, ബനൂ ഇസ്രായേലുകൾ അവർ വിജനമായ ഒരു പ്രദേശത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടായിട്ടുണ്ട്. അവർക്ക് അള്ളാഹു തആല കൊടുത്ത, അവര് പറഞ്ഞു കേൾക്കാത്തതിന്റെ പേരിൽ അള്ളാഹു കൊടുത്തത്, ഫിലിസ്തീനിലേക്ക് പോകുമ്പോൾ അവര് വിജനമായ 40 വർഷം വഴി കാണാതെ നടന്നിട്ടുണ്ട്. തീഹ് എന്നുള്ള പ്രദേശമാണ്. തീഹ് എന്നുള്ള പ്രദേശം ചെറിയ പ്രദേശമാണ്. വഹും ഉമ്മത്തുൻ അദീമത്തുൻ, ബനൂ ഇസ്രായേലുകൾ കുറെ ആളുകളുണ്ട്. വതീഹ് മസാഫത്തുൻ ഖസീറത്തുൻ, തീഹ് എന്നുള്ളത് ചെറിയ പ്രദേശവുമാണ്. വഹും ബൈന അബ്ഹരൈ ഖുറാ വമദനിൻ കസീറത്തിൻ വൽമുദ്ദതു 40 സന, 40 വർഷമാണ് അവരവിടെ കറങ്ങിയത്.
40 വർഷമാണ് അതിൽ നിന്നൊരു വഴി കാണാതെ അവർ ആ പ്രദേശത്ത് നടന്നത്. ലം യഹ്തദു ത്വരീഖൻ ഇലാ മഖ്സദിഹിം, അവർക്ക് ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി അവർ കണ്ടെത്തിയില്ല. വലം യതയസ്സറ ലഹും മയ്യുർഷിദുഹും ഇലാ ഖസ്ദിഹിം, അവർക്ക് വഴി കാണിക്കുന്ന ഒരാളെയും അവർക്ക് കിട്ടിയില്ല. അതായത് എല്ലാ കാരണങ്ങളും ഉണ്ട്, വലിയൊരു സംഘമാണ്, ചെറിയൊരു പ്രദേശമാണ്, എന്നിട്ട് കൂടി അവർക്ക് എത്തേണ്ട മാർഗം കണ്ടെത്താൻ സാധിച്ചില്ല. മറ്റൊന്ന് വകദാലിക അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കുന്ന കഹ്ഫിന്റെ ആളുകളുടെ ചരിത്രവും. മക്കസൂ ഫീ കഹ്ഫിഹിം 309 സിനീൻ വഹും ഫീ ഗാരിൻ ഖരീബിൻ മിൻ മദീനത്തിൻ അദീമത്തിൻ ലം യസിൽ ഇലൈഹിം അഹദുൻ ഫീ ഹാദിഹിൽ മുദ്ദത്തി ത്വീല ലിഅംരിൻ യുരീദുഹു അല്ലാഹ്. സൂറത്തുൽ കഹ്ഫിലെ ആളുകൾ 300 ചില്ലാനം വർഷം അവർ ഒരു ഗുഹക്കകത്ത് താമസിച്ചു. ആ ഗുഹ എന്നുള്ളത് തഫ്സീറുകളെല്ലാം കാണാം. ആ നാടിന്റെ, അവരുടെ നാടിന്റെ അടുത്ത പ്രദേശത്താണ് ആ ഗുഹ, ദൂരത്തൊന്നുമല്ല. പക്ഷേ എന്നിട്ടും ഇത്രയും വർഷക്കാലം ഈ ആളുകളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ആ സമയത്തെ നടക്കുകയുള്ളൂ. അതിന് ആ കാര്യത്തെ പിന്നെ നടത്താൻ എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും അത് സംഭവിക്കില്ല. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ഫഹാദിൽ ഉമൂർ വമാ അശ്ബഹ ദലീലുൻ അലാ കമാലി ഖുദ്റത്തില്ലാഹി വ ഹിക്മതിഹി, ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളും അള്ളാഹുവിന്റെ പൂർണ്ണമായ കഴിവിനെ അറിയിക്കുന്നതാണ്. മഅന്ന യൂസുഫ് അലൈഹിസ്സലാം ബഖിയ മുദ്ദതൻ അല്ലാഹു അലിമ ബിഹാ വഹുവ ഫീ ബൈത്തിൽ അസീസ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഓരോ ഘട്ടത്തിലും അസീസിന്റെ വീട്ടിലായിരിക്കുമ്പോൾ അള്ളാഹുവിനറിയാം. ثم مدة وهو في السجن, ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനറിയാം. ثم ترقى إلى تدبير الملك, രാജാവിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാനത്ത് ഉന്നതിയിലെത്തി, അപ്പോഴും അള്ളാഹുവിനറിയാം. ومتى يخطر ببال أحد أن ينتقل من الرق والسجن إلى الملك العظيم, ആർക്കാണ് ചിന്തിക്കാൻ സാധിക്കുക? അടിമക്കമ്പോളത്തിൽ അടിമയായി വിറ്റ ഒരു ചെറിയ കുട്ടി, ജയിലിൽ തടവിൽ കിടന്ന ഒരാള് ഒരു രാജാവിന്റെ സ്ഥാനത്തെത്തുന്ന ആർക്കാണ് ചിന്തിക്കാൻ സാധിക്കുക? ഒരാളും ചിന്തിച്ചിട്ടില്ല. ثم إنه وقت توليه يغلب على الظن أنه اشتهر عند الناس باسم المنصب والوزير للملك. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം സ്ഥാനത്തെത്തിയപ്പോ അറിയപ്പെട്ടത് എന്ത് പേരിലാ? രാജാവിന്റെ മന്ത്രിസ്ഥാനം എന്നുള്ള പേരിലാണ്, സ്വന്തം പേരിലല്ല. വലാ യകാദു അഹദുൻ യഅരിഫു ഇസ്മഹു, ഒരാൾക്കും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പേര് അറിയുമായിരുന്നില്ല. കമാ ഹുവൽ ഗാലിബു അലൽ മുലൂകി വഅശ്ബാഹിഹിം, അത് രാജാക്കന്മാരുടെ ഇടയിൽ പോലും അവരുടെ ഇടയിൽ പോലും അത് അറിയപ്പെട്ടിട്ടില്ല. വലിഹാദാ തറദ്ദദ ഇഖ്വതുഹു അലൈഹി ഫഅറഫഹും വഹും ലാ യഅരിഫൂനഹു, അതുകൊണ്ടാണ് സഹോദരന്മാർ വീണ്ടും വന്നപ്പോഴും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി, സഹോദരന്മാർക്ക് മനസ്സിലാകാതിരുന്നത്. ലിമാ ഹുവ ഫീഹി മിൻ ബഹജത്തിൽ വിലായ, കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം അധികാരത്തിന്റെ ഉന്നത സ്ഥാനത്തിലാണ്. വഅയ്ളൻ, അതുപോലെ തന്നെ ഖദ് ഫാറഖൂഹു വഹുവ സഗീറുൻ, ഈ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വിട്ടത് 7-ാം വയസ്സിലാണ്, കുട്ടിയായിരിക്കുമ്പോഴാണ്. വലം യർവിഹി ഇല്ലാ ബഅദമാ കബറ, ഈ പ്രായമായിട്ട് അവർ കണ്ടിട്ടില്ല. വമഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്. അന്ന ഔസാഫൽ ഇൻസാൻ തതഗയ്യറു ഇദാ വസല ഇലാ സിന്നിൽ കുഹൂല വല്ലാഹു അലം, കാരണം ഒരു മനുഷ്യൻ മധ്യവയസ്കനാവുമ്പോൾ അവന്റെ ചെറുപ്പത്തിലുള്ള മുഖത്തിൽ നിന്ന് രൂപവും കോലവും എല്ലാം മാറുമെന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ഹാദാ മിൻ ജിഹത്തി യഅഖൂബ് ഔലാദിഹി, ഇത് യഅഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെയും മക്കളുടെയും ഒരു രീതിയിലാണ് ഈ കാര്യം. അമ്മാ മിൻ ജിഹത്തി യൂസുഫ്, ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോ, അതായത് യഅഖൂബ് നബിക്കും സഹോദരങ്ങൾക്കുമാണ് യൂസുഫ് നബി എവിടെയാണെന്ന് അറിയാത്തതും കണ്ടുപിടിക്കാൻ പറ്റാത്തതും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലോ ഫഇന്നഹു ഖദ് അലിമ വഖസ്ദ അത്തഖീർ ലിയബ്ലുഗൽ ഖിതാബ അജലഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അറിയാം ഈ വൈകിപ്പിക്കുന്നതുകൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്, അത് അതിന്റെ സമയത്ത് നടക്കുമെന്നുള്ളത്. വലിഹാദ, അതുകൊണ്ട് തന്നെ തറദ്ദദ അലൈഹി ഇഖ്വതുഹു വഖദ് അറഫഹും വലം യുഅരിഫ്ഹും ബിനഫ്സി വലാ യസ്തദഇ ബിഅബവൈഹി വഅഹ്ലി ഇല്ലാ ഫി നിഹായത്തിൽ അംർ, ആ സഹോദരന്മാർ വീണ്ടും 2-3 തവണ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വീട്ടുകാരുടെ കാര്യം ചോദിച്ച് ഞാനാണ് യൂസുഫ് എന്ന് പറയാതെ അതിന്റെ അവസാനത്തിൽ പറഞ്ഞത്. ഇവിടെ ഉദ്ദേശം വളരെ ചിന്തിക്കേണ്ട പാഠങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, വളരെ ചിന്തിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഒരുക്കുന്ന രീതിയുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും, നമ്മളെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 20-30 വർഷങ്ങൾക്കും നമ്മളെ പരിശീലിപ്പിച്ചിട്ടുണ്ടാവും പ്രായമായ ആളുകൾക്ക്.
അതായത് 20-ാം വയസ്സിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു തർബിയത്ത് ഇന്ന് ചിലപ്പോൾ 50-ാം വയസ്സിൽ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും. 30-ാം വയസ്സിൽ നിങ്ങൾ നേരിട്ടൊരു പരീക്ഷണം 60-ാം വയസ്സിൽ നിങ്ങൾ ഒരു കാര്യത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമായിരിക്കും. നമുക്ക് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് കാര്യങ്ങളെ ഒരുക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ കഴിവ് അത് പരിപൂർണമാണ്. അള്ളാഹുവിന്റെ ഹിക്മത്ത് അത് പരിപൂർണമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ എത്ര കാരണങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെയാണ് നടക്കുക. അൽ ഫസ്ലുൽ ആശിർ, 10-ാമത്തെ ഫസ്ൽ. قوله تعالى أن يعقوب في أول ما صنع أبناءه بأخيه بيوسف. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് സഹോദരന്മാർ ആദ്യം ചെയ്തു, അഥവാ പൊട്ടകത്തിൽ കൊണ്ടിട്ടിട്ട് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു വന്ന സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്ക് 18-ാമത്തെ ആയത്ത്, ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് ഭംഗിയായി തോന്നിപ്പിച്ചിട്ടുണ്ട്. ഫസബ്റുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ അള്ളാഹുവാണ് സഹായം ചോദിക്കപ്പെടാനുള്ളത് എന്നുള്ളത് എന്ന് പറയാണ്. വഖൗലുഹു ഇൻദമാ ഇസ്തദ്ദ ബിഹിൽ അംർ. ഈ വാക്ക് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നത് വളരെ ഞെരുക്കമുള്ള ഒരു സമയത്താണ്. തന്റെ പ്രിയപ്പെട്ട, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, സ്നേഹമുള്ള തന്റെ മകനെ കൊണ്ടുപോയി ഇവരെന്താ ചെയ്തത്? ബാക്കിയുള്ള മക്കളാണ്. മക്കൾ തന്നെ എന്താ ചെയ്തതെന്ന് അറിയില്ല. അവര് കളവ് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഒരു ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെരുക്കുള്ള അവസ്ഥയാണ്. രണ്ടാമതും പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെന്ന് ബെന്യാമീനെ തടവിലാക്കിയപ്പോഴും എന്താണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്? ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറൻ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അയ്യഅതിയനി ബിഹിം ജമീഅൻ ഇന്നഹു വൽ അലീമുൽ ഹകീം. ഫസബ്റുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ. എല്ലാവരെയും അള്ളാഹു എന്റെ അടുക്കൽ കൊണ്ടുവരും. 83-ാമത്തെ ആയത്ത്. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിലും രണ്ടാമത്തെ മകൻ പോയപ്പോഴും ഇതേ വാക്കാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഫി ഹാദാ, ഇതിൽ ദലീലുൻ, തെളിവുണ്ട്, അലാ അന്ന അസ്ഫിയാ അല്ലാഹി ഇദാ നസലത് ബിഹിമുൽ കവാരിസ് വൽ മുസീബാത്ത് ഖാബലൂഹാ ഫി അവ്വലിൽ അംരി ബിസ്സബ്രി വൽ ഇസ്തിആനത്ത് ബിൽ മൗലാ. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഏറ്റവും സ്വാലിഹ്യങ്ങളായിട്ടുള്ള അടിമകൾ, അവർക്ക് മുസീബത്തുകൾ വന്നാൽ, ഞെരുക്കങ്ങൾ വന്നാൽ അതിന്റെ ആദ്യ സമയത്ത് തന്നെ അള്ളാഹുവിനോട് സഹായം തേടും. ഭംഗിയായി ക്ഷമിക്കുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യും. ഇനി അത് എത്ര ഞെരുക്കം കടുത്ത് അതിന്റെ പൂർണ്ണതയിലെത്തിയാലും, അതായത് തുടക്കത്തിൽ എന്തായി, യാക്കൂബ് നബി അലൈഹി സ്വലാം ആദ്യം യൂസുഫ് നബി അലൈഹി സ്വലാം പോയപ്പോ തന്നെ ഫസബ്റുൻ ജമീൽ എന്ന് പറഞ്ഞു. എന്നിട്ട് വർഷങ്ങളോളം അതിന്റെ ദുഃഖത്തിലും വിഷമത്തിലാണ്. എന്നിട്ടാണ് സഹോദരങ്ങൾ കൊണ്ടുപോയി രണ്ടാമത്തെ ഒരു മകനെയും കുഞ്ഞുമകനെയും കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ മോനെ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ ചെയ്യുന്നത്. അപ്പൊ സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഇനി ഒരു ഞെരുക്കം അതിന്റെ പരിപൂർണതയിലെത്തി. യുഖാബിലൂനഹാ ബിസ്സബ്രി വത്തംഇ ഫിൽ ഫർജി വറജാ ഫയുവഫിഖുഹുമുല്ലാഹു ലിൽഖിയാം ബിഉബൂദിയതിഹി ഫിൽ ഹാലതൈൻ. അവർ ആ സമയത്തും ക്ഷമയോടുകൂടി തന്നെ അതിനെ നേരിടും. സാലിഹ്യങ്ങളായ അടിമകളുടെ അവസ്ഥയാണ്. എന്നിട്ട് അള്ളാഹു ഒരു തുറവി നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കും. അതാണ് അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളായ അടിമകളുടെ ഒരടയാളം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ പല രീതിയിലായിരിക്കും പരീക്ഷണങ്ങൾ വരിക, പല രീതിയിലായിരിക്കും. ഏത് സമയത്തും അതിന്റെ തുടക്കത്തിലാവട്ടെ, അത് മൂർച്ഛിച്ചു നിൽക്കുന്ന അവസ്ഥയിലാവട്ടെ, ഭംഗിയായി ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അസ്ഫിയാക്കളിൽ അഥവാ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അടയാളമാണ്. അത് വളരെ ചുരുക്കം പേർക്ക് സാധിക്കുകയുള്ളൂ, ഭംഗിയായി ക്ഷമിക്കാൻ. അത് തുടക്കത്തിലും വേണം, അവസാനത്തിലും. ആ ഞെരുക്കൻ എത്ര മൂർച്ഛിച്ചാലും ആ അവസ്ഥയിലാവും. എന്നിട്ട് പറയാണ്, തുമ്മ ഇദാ കശഫ അൻഹുൽ ബലാ. ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് തുറവി ലഭിച്ചാലോ, ഖാബലു ദാലിക ബിശുക്ർ, അവർ നന്ദിയോടുകൂടി അത് സ്വീകരിക്കും. വസ്സനാഉ അലല്ലാഹ്, അല്ലാഹുവിനെ അതിന്റെ പേരിൽ പുകഴ്ത്തും. വസിയാദത്തിൽ മഅരിഫതി ബിലുത്ഫിഹി, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരതിനെ നേരിടും. അതായത് ഒരു പരീക്ഷണം വരുമ്പോൾ 3 അവസ്ഥകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. 3 അവസ്ഥകൾ. ഒന്ന്, അതിന്റെ തുടക്കത്തിലും മൂർച്ഛിക്കുന്ന അവസ്ഥയിലും ക്ഷമ ആദ്യം ഉണ്ടാകണം. 2, ആ ക്ഷമിക്കുന്ന സന്ദർഭത്തിൽ ഇതിൽ നിന്ന് എനിക്ക് അള്ളാഹു ഒരു തുറവി നൽകും, എനിക്കൊരു വിശാലത നൽകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകണം.
ഇനി അത് ഒഴിഞ്ഞു കിട്ടുമ്പോൾ, അതിൽ നിന്നൊരു തുറവ് ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ ശുക്ർ കാണിക്കാൻ സാധിക്കണം. അതാണ് അവസാനത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ നമ്മൾ കുറെ തവണ പറഞ്ഞു. യാ ബത്തി ഹാദാ തഅ്വീലു റുഅ്യാ മിൻ ഖബ്ലു ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ എന്നെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നത് എല്ലാം ഒരുമിച്ച് കിട്ടിയിട്ട്. അപ്പോ ഈ ഒരു അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതാണ്. വമിൻഹ, ഇതിന്റെ ഫവായിദുകളിൽ പെട്ടതാണ് قوله تعالى معاذ الله أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون. 79ാമത്തെ ആയത്ത്. അഥവാ തന്റെ അനിയന്റെ ബിന്യാമീനിന്റെ ചരക്കിൽ ഈ പാത്രം വെച്ചിട്ട് തിരിച്ചു പിടിച്ചപ്പോ സഹോദരന്മാര് പറഞ്ഞു അവന് പകരം വേറൊരാൾ ഇവിടെ നിൽക്കാം, ഇവനെ വിട്ടുകിട്ടണം എന്നുള്ളത്. അപ്പൊ പറ്റൂല, എങ്ങനെയാണ് ഇത് കിട്ടിയാനല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ പറഞ്ഞ ആയത്തിനെ പറ്റി പറയാണ്. യദുല്ലു അല, ഇതുമ്പോ ഒരു വട്ടം സഅദി റഹിമഹുല്ലാ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇതുമ്പോ പറഞ്ഞിട്ടുണ്ട്, അന്നഹു ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കില്ല. വയൂഖദു മിൻഹു മസ്അലത്തുൻ ദഖീഖ വഹുവ അന്നൽ ഇഹ്സാന ഇന്നമാ യകൂനു ഇഹ്സാനൻ ഇദാ ലം യതദമ്മൻ ഫിഅല മുഹറമിൻ ഔ തർക വാജിബിൻ. അതായത് ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഇഹ്സാൻ ആകുന്നത് എപ്പോഴാണ്? വാജിബായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴും ഹറാമായത് ഒഴിവാക്കുമ്പോഴാണ്. അഥവാ ഹറാമായ ഒരു കാര്യം ചെയ്യുന്നതിലോ വാജിബായത് ഒഴിവാക്കുന്നതോ ഒരിക്കലും ഇഹ്സാൻ ഇല്ല. അതായത് ഇവിടെ പറയാനുള്ള കാരണം, ഈ സഹോദരന്മാര് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്ന കാര്യം, നിങ്ങൾ മുഹ്സിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങളോട് ഇഹ്സാൻ കാണിക്കണം. എന്താ കാണിക്കാൻ പറഞ്ഞത്? ഈ സഹോദരനെ മാറ്റിയിട്ട് വേറൊരാൾ ഇവിടെ വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇഹ്സാൻ കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ശരിക്ക് അവിടെ തടവിലാക്കേണ്ടത്? ആരുടെ കയ്യിലാണോ ആ മുതൽ, കളവ് മുതൽ കിട്ടിയിട്ടുള്ളത്, അവനെയാണ് തടവിലാക്കേണ്ടത്. അതിന് പകരം ഇത് ചെയ്യണമെന്ന്, അത് ഇഹ്സാനാണെന്ന് സഹോദരന്മാർ പറയുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാണ് ചെയ്യാൻ പറ്റൂല. കാരണം ആളെ കിട്ടിയ ആളെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതല്ലാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഉൽമായിരിക്കും. അതായത് ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ഹറാമ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വാജിബ് ഒഴിവാക്കുന്നതോ ആകാൻ പാടില്ല. വാജിബാകുന്ന കാര്യം ചെയ്യാനും ഹറാമിനെ ഒഴിവാക്കാനുമായിരിക്കണം. ഇമാം സഅദി റഹിമഹുല്ലാ പറയാണ്, ഫഇന്നഹും തലബൂ മിൻ യൂസുഫ് അൻ യുഹ്സിന ഇലൈഹിം ബിതർകി ഹാദൽ അഖി അൻ യദ്ഹബ ഇലാ അബീഹി വയഖുദ അഹദഹും ബദലഹു. ആ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമോട് പറഞ്ഞത് ബെന്യാമീനെ ഞങ്ങളോടൊപ്പം വിട്ടു തന്നിട്ട് വേറൊരാളെ വെക്കണമെന്നാണ്. അപ്പോഴാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, മഅദല്ലാഹ്, അല്ലാഹുവിൽ രക്ഷ, أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون. ആരുടെ അടുക്കലാണോ കളവ് മുതൽ ഞങ്ങൾ കണ്ടത് അവനെ അല്ലാതെ വേറൊരാളെ ഞങ്ങൾ തടവിലാക്കിയാൽ, പിടിച്ചു വെച്ചാൽ ഞങ്ങൾ ദുൽമു ചെയ്യുന്നവരായി. ഫൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇദാ തവമ്മന തർക്കൽ അദ്ൽ കാന ദുൽമൻ. ഒരാൾ നന്മ ചെയ്യുക എന്നുള്ള പേരിൽ നീതിക്കെതിരായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ദുൽമാണ്, അത് ഇഹ്സാനല്ല. ولهذا كان تخصيص بعض الأولاد على بعض وبعض الزوجات على بعض وإن كان إحسانا إلى المخصص والمفضل لا يجوز لأنه ترك للعدل. അതുകൊണ്ടാണ് മക്കളിൽ ഒരു മകന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നന്മ ചെയ്യാൻ, നമ്മൾ വിചാരിക്കുക ഒരാൾക്ക് 3 ആൺമക്കളുണ്ട്, അതിലൊരു മോന് മാത്രം പ്രത്യേകമായിട്ടൊരു നന്മ ചെയ്തു. ബാഹ്യമായിട്ട് അതെന്താണ്? ബാഹ്യമായിട്ട് എന്താണ്? നന്മയാണ്. പക്ഷെ അവിടെ എന്തുണ്ടായി? നീതി ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള 2 മക്കൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഇഹ്സാൻ ആവുകയില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട്, ഒരു ഭാര്യയോട് കൂടുതൽ പ്രത്യേക പരിഗണന കൊടുക്കുന്നു. അപ്പോ അത് ഇഹ്സാനാണ്, നന്മ ഭാര്യയോട് കാണിക്കുന്ന നന്മയാണ്. പക്ഷേ അവിടെ നീതി ഇല്ലാതാകുന്നു എന്നതുകൊണ്ട് അവിടെ എന്തുണ്ടായി? അത് ദുൽമായി മാറി. അപ്പോ ഈ നന്മ എന്നുള്ളത് വെറും ബാഹ്യമായി തോന്നിയാൽ മാത്രം പോരാ, നീതിയെ ഇല്ലാതാക്കുന്ന, അതിലിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ അതെന്തല്ല? ഇഹ്സാനല്ല. വകദാലിക മാ അശ്ബഹ ദാലിക വല്ലാഹു അലം. അത് ഏത് കാര്യത്തിലാണെങ്കിലും, ഏത് മേഖലയിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ അത് നന്മയാണെന്ന് നമുക്ക് തോന്നും, ഒരാൾ ചെയ്യുന്നത് നന്മയായിരിക്കും. പക്ഷെ നീതി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ദുൽമാണ്. വമിൻഹ, ഇതിൽ നിന്ന് മറ്റൊരു ഫായിദയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, അന്ന ആയാതില്ലാഹി അയ്യമാ യൻതഫിഉ ബിഹാ അസ്സായിലു അൽമുസ്തഹ്ദി അല്ലദീ ഖസ്ദുഹു മഅരിഫത്തുൽ ഹഖ് വഇത്തിബാഉഹു. അല്ലാഹുവിന്റെ ആയത്തുകൾ അത് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നത് നേരായ മാർഗത്തെ ചോദിക്കുന്നവനും ഹഖ് അറിയണമെന്നുള്ള താല്പര്യമുള്ളവനും അതിനെ പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമാണ്. പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഉപകാരം കിട്ടാത്തത്?
എല്ലാവർക്കും സത്യം മനസ്സിലാകാത്തത്? എല്ലാവരും എന്താണ് ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാത്തത്? അതാണ് ഇവിടെ പറയുന്നത്. ലിഖൗലിഹി പറയാനുള്ള കാരണം സൂറത്ത് യൂസുഫിലെ ആദ്യത്തിൽ 7ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ഫീ യൂസുഫ വഇഖ്വതിഹി ആയാതുൽ ലിസായിലീൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനും അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സഹോദരന്മാരുടെയും ഈ കഥയിൽ ചോദിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറഞ്ഞത്. അമ്മൽ ഗാഫിലൂന അൽ മുഅരിദൂന അവൽ മുആരിദൂന അൽ മുആനിദൂന ഫഇന്നഹു യസ്ദുഖു അലൈഹിം ഖൗലുഹു തആല. എന്നാൽ ചോദിക്കാതെ ഹക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല, നേരായ രീതിയിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ലാതെ അശ്രദ്ധമായി പിന്തിരിഞ്ഞടക്കുന്ന ആളുകൾ, അവരുടെ മേലെ നിർബന്ധമാകുന്ന ആയത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്ത് യൂനുസിലെ 96, 97 ആയത്തുകളാണ്. ഇന്നല്ലദീന ഹഖ്ഖത് അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. അവരുടെ മേലെ നിർബന്ധമായിട്ടുണ്ട്, അവർ വിശ്വസിക്കാൻ പോണില്ല. വലൗ ജാഅതുഹും കുല്ലു ആയത്തിൻ ഹത്താ യറവുൽ അദാബൽ അലീം. എല്ലാവിധ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നാലും വേദനയേറിയ ശിക്ഷ കാണുന്നവരെ അവരിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അഥവാ സത്യം അന്വേഷിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ ഉപകാരപ്പെടുക. ഈ ബാബിൽ പറയാം, ഹക്ക് അന്വേഷിക്കുന്ന ആളുകൾക്കാണ് ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നേരായ മാർഗം മനസ്സിലാവുക. അല്ലാത്തവരുടെ മേലെ അവർ എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്നിട്ട് സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഫന്നദുറു ഫി ആയത്തില്ലാഹിൽ മുതലവ്വതി വആയാത്തില്ലാഹിൽ കൗനിയ്യ തൻഫഉ മൻ ഖസ്ദുഹു അൽ ഹഖ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ 2 തരത്തിലുണ്ടാവും. ഖുർആനിലെ ആയത്തുകൾ ഉണ്ടാവും, ഭൗതികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവും. ഇത് രണ്ടും ഉപകാരപ്പെടണമെങ്കിൽ അവൻ ഹക്കിനെ തേടുന്ന, സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കണം. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തുൽ മാഇദയിലെ 16ാമത്തെ ആയത്തിൽ, യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. ആരാണോ രക്ഷയുടെ മാർഗം തേടുന്നത്, അള്ളാഹുവിന്റെ തൃപ്തിയെ തേടുന്നത്, അവർക്ക് അള്ളാഹു തആല നേരായ മാർഗത്തിലേക്ക് നയിക്കും. വകം ഫിൽ ഖുർആനി തഖീദുൽ ഇന്തിഫാഅ ബിഹാദിൽ ഖൈദ് മിസ്ൽ. ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എത്രയോ ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കാണ് അതിൽ ദൃഷ്ടാന്തമുള്ളത്. ലആയാതിൽ മൂഖിനീൻ. യഖീനുള്ളവർക്കാണ് ദൃഷ്ടാന്തമുള്ളത്. ലആയാതിൽ ഉലിൽ അൽബാബ് വൽ അബ്സാർ. ബുദ്ധിയുള്ളവർക്കും ഉറ്റാലോചിക്കുന്നവർക്കും ഉൾക്കാഴ്ചയുള്ളവർക്കുമാണ് ഇത് ദൃഷ്ടാന്തമുള്ളതെന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഹക്ക് അന്വേഷിക്കുന്നവർക്കാണ് ഖുർആൻ ആയത്തുകൾ ഉപകാരപ്പെടുക. വമിൻഹ, മറ്റൊരു ഫായിദ, അന്നൽ മുശാവറത നാഫിഅത്തുൻ ഫീ കുല്ലി ഷൈഇൻ ഹത്താ ഫീ തഖ്ഫീഫി ശർ. മുശാവറ ചെയ്യുക എന്നുള്ളത് എല്ലാ കാര്യത്തിലും ഉപകാരമുള്ളതാണ്. കൂടിയാലോചിക്കുക എന്നുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ ഖൈറിന് കൂടി ആലോചിക്കുന്നത് നന്മയാണ്. എന്നാൽ ഒരു ഷെറ് കുറയാൻ വരെ ഒരു മുശാവറ കാരണമാകും. ഷെറ് കുറയാൻ വരെ കൂടിയാലോചന കാരണമാകും. പറയാനുള്ള കാരണം, ലിഹാദാ തശാവറ ഇഖ്വതു യൂസുഫ ഫീമാ യഅമലൂന ബിഹി ഖത്ലുൻ ഔ തർഹുൻ ഫിൽ അർദ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലണോ അതോ വിജനമായ ഒരു പ്രദേശത്ത് ഒഴിവാക്കണോ എന്ന് സഹോദരന്മാർ മുശാവറ കൂടി. ثم قرر رأيهم على رأي من أشار عليهم بإلقائه في الجب ليلتقطه بعض السيارة. അങ്ങനെ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി, ആർക്കെങ്കിലും എടുക്കുകയാണെങ്കിൽ എടുത്ത് പൊയ്ക്കോട്ടെ എന്നുള്ള അഭിപ്രായത്തിലേക്ക് അവരെല്ലാവരും എത്തി. ഫഫീഹി ഷാഹിദുൻ ലിഖായിദത്തിൽ മഷ്ഹൂറ. ദീനിലെ അറിയപ്പെട്ട ഒരു ഖായിദക്കുള്ള തെളിവാണിത്. എന്താണത്? ഇർതികാബു അഖഫിൽ മഫ്സദതൈൻ ഔലാ മിൻ അഗ്ലദിഹിമാ. ദീനിലെ ഒരു ഖായിദയാണ്, 2 മഫ്സദത്തുകൾ ഒരുമിച്ച് വന്നാൽ, 2 ദോഷം, അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യൽ നിർബന്ധിതനാണ്. 2 ദോഷം നമ്മുടെ മുമ്പിലുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യൽ നമ്മുടെ മേലെ നിർബന്ധമാണ്. അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അതിൽ ദോഷം കുറഞ്ഞതിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്, ദോഷം കുറഞ്ഞതിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ദീനിലെ അടിസ്ഥാന ഖായിദയാണ്, എല്ലാ മേഖലയിലുമുള്ള ഖായിദയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ അവര് മുശാവറ കൂടിയിട്ട് കൊല്ലാം എന്നുള്ള അഭിപ്രായം പറഞ്ഞതിൽ നിന്ന് എന്തായി? കൊല്ലണ്ട അല്ലാത്തൊരു അഭിപ്രായത്തിലേക്ക്, മഫ്സദത്തിൽ കുറഞ്ഞതിലേക്ക് എത്തി. വലമ്മാ ഖററൽ ഖറാർ അലാ അഖ്ദി മൻ വജിദ സുവാഉ ഫീ റഹ്ലിഹി വആലജു യൂസുഫ അലാ അഖ്ദി ബദലിഹി ലിഅജ്ലി മാ യഅലമൂന മിൻ മശഖ്ഖത്തി അബീഹിം ഫംതനഅ ഖലസു നജിയ. മറ്റൊരു സംഭവം ഉണ്ടായത്, ഈ
യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ബെന്യാമിന്റെ ചരക്കിൽ നിന്ന് പാത്രം കിട്ടിയ സന്ദർഭത്തിൽ ബെന്യാമിനെ അവിടെ തടവിലാക്കണം എന്നുള്ള സമയത്ത്, ആ ഒരു അവസ്ഥ വന്ന സമയത്ത് അവരെല്ലാവരും മാറി നിന്നു. ബാക്കിയുള്ള സഹോദരന്മാർ മാറി നിന്നിട്ട് യതശാവറൂൻ, അവർ കൂടിയാലോചിച്ചു. ഫഖറ റഅയ്ഹും അലാ റഅയി കബീരിഹിം അയ്യബ്ഖാഹു ഫീ മിസ്ര യുലാഹിദു മസ്അലത അഖീഹി വഹും യദ്ഹബൂന യമീറൂന അഹ്ലഹും വയുഖ്ബിറൂന അബാഹും ബിൽ ഖദിയ്യതി വതഫ്സീലിഹാ. അവർ കൂടിയാലോചിച്ചൊരു തീരുമാനത്തിലെത്തി. മൂത്ത ജ്യേഷ്ഠൻ, മൂത്ത ആള് ഇവിടെ മിസ്റിൽ തന്നെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവർ ഉപ്പാന്റെ അടുത്ത് പോയിട്ട് യാഹൂ നബിയോട് പോയിട്ട് കാര്യം പറയാം, മൂത്ത ആൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉപ്പാക്ക് അറിയുമ്പോൾ ഉപ്പാക്ക് അതൊരു സമാധാനമായിരിക്കും എന്ന നിലക്ക് അവര് കൂടിയാലോചിച്ചു. ഇവിടെ ഉദ്ദേശം കൂടിയാലോചിക്കുന്നത് എല്ലാത്തിലും ഖൈറുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വലാ ശക്ക അന്ന ബുഖാഹു ഫീ മിസ്ര അഹ്വനു അലാ യാഖൂബ് വഅർജാ ലിതഹ്സീലിൽ മത്ലൂബ് വഫീഹി നൗഉ മുവാസാതി മിൻഹു ബിഅഖവൈഹി യൂസുഫ വബിന്യാമീൻ. ആ സഹോദരൻ അവിടെ നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ മക്കളെ എല്ലാം ഒരുമിച്ച് തിരിച്ചു കിട്ടാനുള്ള ഒരു സമാധാനത്തിന്റെ, ഒരു ആശ്വാസത്തിന്റെ വഴി അവിടെ ഉണ്ടായിട്ടുണ്ട്. വലിഹാദ ഖാല, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് 83-ാമത്തെ ആയത്തിൽ, അസല്ലാഹു അയ്യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അള്ളാഹു അവരെല്ലാവരെയും എനിക്ക് ഒരുമിപ്പിക്കും, അള്ളാഹു അലീമും ഹക്കീമുമാണ് എന്നുള്ളത്. അൽ ഫസ്ലു അൽ ഹാദി അശറ, 11-ാമത്തെ ഫസ്ല്. 12 ഫസ്ലുള്ളൂ, നമുക്ക് തീർക്കാം ഇൻഷാ അല്ലാഹ്. 11-ാമത്തെ ഫസ്ല് പറയുന്നത്, ഇന്നമാ ലം യുസദ്ദിഖ് യഅഖൂബ് ബനീഹി ഹീന ഖാലൂ അകലഹു الذئب وعملوا تلك القرائن المبررة لقولهم. അഥവാ യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ മക്കൾ വന്നിട്ട് പറഞ്ഞു യൂസുഫിനെ ചെന്നായ തിന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ യാഖൂബ് നബി അലൈഹി ഇസ്ലാം ആ ആദ്യ സമയത്ത് അത് എന്ത് ചെയ്തിട്ടില്ല, അത് വിശ്വസിച്ചിട്ടില്ല. അഥവാ പറഞ്ഞ സന്ദർഭത്തിൽ അത് വിശ്വസിച്ചിട്ടില്ല. അത് ആ സാഹചര്യം കൊണ്ട് അത് വിശ്വസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താണ് ഉദ്ദേശം? ലിഅന്നൽ മഅലൂമ ലാ യുആരിദുഹു അശ്ശക്ക് വൽ വഹം. അറിയപ്പെട്ട ഒരു കാര്യം, ഉറപ്പായിട്ടുള്ള ഒരു കാര്യം സംശയത്തിന്റെ പേരിലോ തോന്നലിന്റെ പേരിലോ മാറ്റേണ്ട ആവശ്യമില്ല. മഅലൂമായിട്ടുള്ള ഒരു കാര്യം സംശയത്തിന്റെയോ തോന്നലിന്റെ പേരിൽ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഫഇന്നഹു ഖദ് അലിമ റുഅയ യൂസുഫ്. യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന് എന്തറിയാം? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വപ്നം അറിയാം. സ്വപ്നം കണ്ടത് യാഖൂബ് നബിക്ക് അറിയാം. അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നല്ലൊരു അവസാനം ഉണ്ട് എന്ന് യാഖൂബ് നബിക്ക് അറിയുന്ന കാര്യമാണ്. വറുബ്ബമാ ബിഗൈരിഹി, അതല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടും. മാ യഊലു ഇലൈഹി ഹാല യൂസുഫ് മിൻ തമാമി നിഅമതി അല്ലതി തശ്മലഹു വതശ്മല ആല യാഖൂബ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനും യാഖൂബ് കുടുംബത്തിനുമുള്ള ഒരു അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം വരാനുണ്ട് എന്ന് യാഖൂബ് നബിക്ക് അറിയാം. വഫീഹാ അയ്ദൻ അന്നഹു ലാ യൻബഗി അൻ യഗ്തറ ബിമുജറദി സൂറത്തിൽ ഖറായിൻ. അതുപോലെ തന്നെ ആ ഒരു സംഭവത്തിന്റെ ആ സംഭവം നടക്കുന്ന ആ സാഹചര്യത്തിന്റെ പേരിൽ മാത്രം അതിൽ വഞ്ചിതരായി പോകേണ്ട ആവശ്യവുമില്ല. ഇത് പറയാനുള്ള കാരണം, എന്നിട്ട് ഇമാം സഅദി റഹിമഹുള്ള സലഫുകളിലെ ഖാദിയായിരുന്നു ശുറൈഹ് റഹിമഹുള്ള, ഒരു നാടിന്റെ ഖാദിയായിരുന്നു ശുറൈഹ്. അദ്ദേഹത്തിന്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വലമ്മ അതാ ഇലാ ശുറൈഹിൻ ഇംറഅത്തുൻ മഅ ഖസ്മിഹാ അർസലത് ഐനൈഹാ ബിൽ ബുകാ. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു കേസുമായി ശുറൈഹ് റഹിമഹുള്ളയുടെ അടുക്കൽ വന്നു. ആ സ്ത്രീയുടെ വാദവും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. ഫഖാല ലി ശുറൈഹിൻ ബഅദുൽ ഹാദിരീൻ. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ചില ആളുകൾ ശുറൈഹിനോട് പറഞ്ഞു, മാ അദുന്നുൽ ബാഇസത ഇല്ലാ മദ്ലൂമതൻ. ഈ സ്ത്രീ പിന്നെ മദ്ലൂമത്താണ്, അഥവാ ഈ പെണ്ണിന്റെ ഭാഗത്താണ് ന്യായം, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, കരയുന്നുണ്ടില്ലേ എന്ന് പറഞ്ഞു. ഫഖാല ശുറൈഹുൻ, അപ്പൊ ശുറൈഹ് റഹിമഹുല്ലാഹ് പറയാണ്, അലം തസ്മഅ ഖിസ്സത ഇഖ്വതി യൂസുഫ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാരുടെ കഥകൾ കേട്ടിട്ടില്ലേ? ഇത് അതൗ അബാഹും ഇശാഅൻ യബ്കൂൻ ഹൽ കാനൂ മദ്ലൂമീന ഔ ളാലിമീൻ. അവര് കരഞ്ഞുകൊണ്ട് യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ രാത്രി വന്നപ്പോ അവര് ദുൽമ് ചെയ്യപ്പെട്ടവരാണോ ദുൽമ് ചെയ്തവരാണോ? കരയുന്ന ഒരു കാര്യം പറഞ്ഞ് കരഞ്ഞു എന്നുള്ളത് കരഞ്ഞുകൊണ്ട് വരുന്ന എല്ലാവരും അവരുടെ ഭാഗത്താണ് ശരി എന്നതിനുള്ള തെളിവല്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാർ ദുൽമ് ചെയ്തിട്ടാണ് കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്നത്. അപ്പൊ അവരെന്താണ്? വാലിമ്യങ്ങളായിരുന്നു. ഫകം ഹസല ബിമിസ്ലി ഹാദി തംവീഹാത് മിനൽ ഇഹ്തിറാർ വഖലബൽ ഹഖായിഖ്. എത്രയോ ആളുകൾ ഇതുപോലെയുള്ള കരച്ചിൽ കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റി പിന്നെ പല ആളുകളും വഞ്ചനയിൽ അകപ്പെട്ടത് കാണാം. ലിഹാദാ കാനൽ അദ്കിയാഉ. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാർ യജ്അലൂന കുല്ല ഇഹ്തിമാലിൻ അലാ ബാലിഹിം. ഒരു കാര്യം വന്നാൽ
അതിനുള്ള എല്ലാ സാഹചര്യവും അവസ്ഥകളും അവർ പരിഗണിക്കും. വയൻദുറൂന ഇലൽ ഉമൂരി മിൻ ജമീഇ ജിഹാദിഹാ വനവാഹിഹാ. ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യത്തിൽ വിധി പറയുകയാണെങ്കിൽ, ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ വശത്തു കൂടിയും നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം തീരുമാനിക്കുകയുള്ളൂ. മറ്റൊരു ഫായിദ വതദുല്ലുൽ ഖിസ്സതു അലാ, ഈ കഥ അറിയിക്കുന്ന മറ്റൊരു കാര്യം, അന്നൽ വിലായാത്ത് الكبار والصغار لا بد للمتوليها أن يكون كفوا في قوته وأمانته وعلمه بأمور الولاية. ഏതെങ്കിലും ഒരു സ്ഥാനം, അധികാര സ്ഥാനം ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ, ചെറുതോ വലുതോ ആകട്ടെ, അവൻ അതിന് യോഗ്യനായിരിക്കണം. അവന്റെ ശക്തി കൊണ്ട്, അവന്റെ വിശ്വസ്തത കൊണ്ട്, അവന്റെ കഴിവ് കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, അറിവ് കൊണ്ട്, അതുപോലെ തന്നെ ആ സ്ഥാനത്തിനുള്ള യോഗ്യത കൊണ്ട് യോഗ്യനായിരിക്കണം. പറയാനുള്ള കാരണം, ലിഅന്നൽ മലിക ലമ്മാ കല്ലമ യൂസുഫ വറആ മിൻ ഇൽമിഹി വഖിബ്റതിഹി ബിൽ ഉമൂരി വഹുസ്നി നദ്രിഹി ഇസ്തഖലസഹു ലിനഫ്സിഹി. രാജാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം സ്വപ്നം വ്യാഖ്യാനിച്ച് കണ്ടപ്പോ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഴിവുമെല്ലാം മനസ്സിലായപ്പോ പ്രത്യേക ഒരു സ്ഥാനം കൊടുത്തു. അതുകൊണ്ടാണ് രാജാവ് പറഞ്ഞത്, ഇന്നകൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ, നിനക്ക് ഇന്ന് നമ്മുടെ അടുക്കൽ നല്ലൊരു സ്ഥാനമുണ്ട്. വഖാല യൂസുഫ്, അത് കേട്ടപ്പോൾ, നല്ലൊരു സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം, എനിക്ക് ഈ ഭൂമിയുടെ ഖജനാവുകളുടെ കാര്യം എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ ഹഫീദാണ്, അലീമാണ്. അഥവാ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിവും എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരാളുടെ കഴിവ് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അയാൾ ഫിത്നയിൽ അകപ്പെടില്ല എന്നുണ്ടെങ്കിൽ, അയാൾക്കതൊരു ഫിത്നയാകില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കത് പറയുന്നത് കൊണ്ട് തെറ്റല്ല. ഒരാൾ എനിക്ക് ഇന്ന കഴിവുണ്ട് എന്നുള്ളത്, എനിക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അയാള് ഇത് റിയായിന്റെയോ കിബറിന്റെയോ ഫിത്നയിൽ അകപ്പെടില്ല എന്നുണ്ടെങ്കിൽ അത് പറയുന്നത് തെറ്റല്ല. അപ്പോ ഒരു അധികാരം ഏറ്റെടുക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, രാജാവ് ഒരു സ്ഥാനം കൊടുത്തപ്പോൾ. എന്നിട്ട് പറയാണ്, فعلل ذلك بكمال حفظه لما تحت يده وتصرفه. ഇത് പറയാനുള്ള കാരണം എന്താണ്? കാത്തു സംരക്ഷിക്കാനും അത് ചെലവഴിക്കാനുള്ള അറിവ് യൂസുഫ് നബിക്കുള്ളതാണ്. വകമാലി ഇൽമിഹി ബിവുജൂഹിൽ മുസ്തഖ്രിജിൽ വൽമുൻസരിഫ്, അതെങ്ങനെ എടുത്തു വെക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതൊക്കെ. വഹുസ്നി തദ്ബീർ, അതെങ്ങനെ നിയന്ത്രിക്കണം. വലൈസ ഫീ ഹാദാ തലബുൽ വിലായതി ഇബ്തിദാഅൻ കമാ ഖാല കസീർ മിൻ അഹ്ലിൽ ഇൽം. ധാരാളം ആളുകൾ പറയുന്നത് പോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് പോയി അധികാരം ചോദിച്ചതല്ല അത്. ചില ആളുകൾ ഈ തെളിവ് പിടിച്ചിട്ട് അധികാരം ചോദിക്കാം, ഇലക്ഷന് മത്സരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയുള്ളതിനൊക്കെ ഈ തെളിവ് പിടിക്കാറുണ്ട് പല ആളുകളും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് പോയിട്ട് ചോദിച്ചതല്ല, അതല്ല അതിന്റെ ഉദ്ദേശം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സ്ഥാനം കൊടുത്തപ്പോൾ ഏറ്റെടുക്കാൻ യോഗ്യമായിട്ടുള്ള, ഇനി വരുന്ന കാലത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞതാണ്. ബൽ ഇന്നഹു ലമ്മാ റആ അൽ മലിക് ഇസ്തഖ്ലസഹു വമക്കനഹു മിനൽ ഉമൂർ, മലിക് രാജാവ് പ്രത്യേകമായി സ്ഥാനം കൊടുത്തപ്പോൾ, വഅന്നൽ ഉമൂറ കുല്ലഹാ തഹ്ത തൗഇഹി വതദ്ബീരിഹി طلب من الملك تولي الخزائن الأرض فقط لأنها أهم. അത് ആ സമയത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഏറ്റെടുത്തത്. വലി അന്നഹു യഅലമു അന്ന വിലായതഹു ലഹാ അൻഫഉ ലിൽ മലിക് വലിൽ ഖൽഖ് വഹാദാ മിൻ കമാലി നുസ്ഹി വസിദ്ഖി നദ്രിഹി. കാരണം അത് ഏറ്റെടുക്കുക എന്നുള്ളത് രാജാവിനും ആ നാട്ടിലെ ആളുകൾക്കും ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാം അത് ഏറ്റെടുത്തത്. ഇനി ഈ കിതാബിന്റെ അവസാനത്തെ ഫസ്ലാണ് അൽ ഫസ്ലു അത്ഥാനി അശർ, 12ാമത്തെ ഫസ്ല്. لما قص الله تعالى علينا هذه القصة, الله تعالى ഈ കഥ, هذه القصة العجيبة, ഈ അത്ഭുതകരമായിട്ടുള്ള ഈ കഥ നമുക്ക് വിശദീകരിച്ചപ്പോൾ, ബിതഫാസീലിഹ, ഓരോന്നും കൃത്യമായി, ഖാല ഫി ആഖിരിഹ, ഇതിന്റെ അവസാനത്തിൽ, ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് 111ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മാ കാന ഹദീസൻ യുഫ്തറ, ഈ പറഞ്ഞത് ഒരു കെട്ടിയുണ്ടാക്കിയ ഒരു കഥയല്ല, വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, അത് അല്ലാഹുവിൽ നിന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, വതഫ്സീല കുല്ലി ഷൈഇൻ, ഓരോന്നിനെയും കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരണമാണ്, വഹുദൻ, ഒരു നേർമാർഗമാണ്, വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു കാരുണ്യമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സഅദി റഹിമഹുല്ലാഹ് പറയാണ്, فنفى عن هذا القرآن الكذب والخطأ من جميع الوجوه, ഖുർആനിൽ ഒരു തരത്തിലുള്ള കളവോ അബദ്ധങ്ങളോ ഇല്ല എന്നുള്ളത് അല്ലാഹു തആല വ്യക്തമായി നിഷേധിച്ചു പറയുന്നു. വവസഫഹു ബിസലാത്തി സിഫാത്ത്,
മൂന്ന് വിശേഷണങ്ങളെ കൊണ്ടാണ് ഖുർആനെ ഈ ആയത്തിൽ വിശേഷിപ്പിച്ചത്. കുല്ലു വാഹിദത്തിൻ മിൻഹാ ഫീഹാ അക്ബർ ബുർഹാനിൻ അലാ അന്നഹു മിൻ ഇൻദില്ലാഹ്. അതിൽ ഓരോന്നും ഇത് അല്ലാഹുവിൽ നിന്നാണ് എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവാണ്. വന്നഹുൽ ഹഖ്ഖുൽ ലദീ ലാ റൈബ ഫീഹ്. ഈ ഖുർആൻ ഹഖാണ്, അതിലൊരു സംശയം വേണ്ട എന്ന് അറിയിക്കുന്നതാണ്. ഒന്നാമത്തെ സിഫത്തുൽ ഊല, ഒന്നാമത്തേത് അന്നഹു തസ്ദീഖുൽ ലദീ ബൈന യദൈഹി ഐ മിനൽ കുതുബിൽ മുൻസില മിനസ് സമാഇ ومن كلام الرسل المعصومين الذي أوحى الله إليهم. ഇത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. മുൻകഴിഞ്ഞ കിതാബുകളെ പോലെ മഅസൂമികളായിട്ടുള്ള അഥവാ പാപസുരക്ഷിതരായിട്ടുള്ള റസൂലുകൾക്ക് വഹി നൽകപ്പെട്ടതാണ്. കമാ ഖാല തആല, അല്ലാഹു തആല സൂറത്തു സാഫാത്തിൽ പറഞ്ഞതുപോലെ ബൽ ജാഅ ബിൽ ഹഖ് വസദ്ദഖൽ മുർസലീൻ. ഹഖ് കൊണ്ട് വന്നിരിക്കുന്നു, മുർസലീങ്ങൾ മുർസലീങ്ങളെ സത്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഫഹാദൽ ഖുർആൻ അല്ലദീ ജാഅ ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ഈ ഖുർആൻ ജാഅ ബിൽ ഹഖ് കൊണ്ട് വന്നിട്ടുള്ളതാണ്. വഹുവ സിദ്ഖു ഫീ ഇഖ്ബാരിഹി അനില്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കൃത്യമായ അറിയിപ്പ്. വഅൻ മലായിക, അല്ലാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിയിപ്പ്. വഅൻ മലായികതിഹി വഅനിൽ യൗമിൽ ആഖിർ, മലക്കുകളെ പറ്റി, അന്ത്യനാളിനെ പറ്റി. വഅൻ ജമീഉൽ ഗുയൂബിസ് സാബിഖതി വൽ ലാഹിഖ വൽ അദ്ൽ ഫീ അഹ്കാമിഹി ഫലാ യഅ്മുറു ഇല്ലാ ബിഖൈരിൻ വലാ യൻഹാ ഇല്ലാ അനി ശർരിൻ. എല്ലാ ഗൈബിയായിട്ടുള്ള മുൻകഴിഞ്ഞ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഖുർആനിലൂടെ ഒരു നന്മയല്ലാതെ കൽപ്പിച്ചിട്ടില്ല, ഒരു തിന്മയല്ലാതെ വിരോധിച്ചിട്ടുമില്ല. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തുൽ അൻആമിലെ 115-ാമത്തെ ആയത്തിൽ വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, അല്ലാഹുവിന്റെ കലിമത്ത് പൂർണ്ണമായിരിക്കുന്നു സിദ്ഖോടുകൂടി, സത്യസന്ധമായിട്ടും അദിലോടുകൂടി, നീതിപൂർവവും. എന്താ അതിന്റെ ഉദ്ദേശം? സിദ്ഖൻ ഫി അഖ്ബാരിഹ, ഖുർആനിൽ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്. ആദിലൻ ഫി അഹ്കാമിഹ വ അവാമിരിഹ വ നവാഹിഹ, ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ള വിധികൾ, കൽപ്പനകൾ, വിരോധനങ്ങൾ അതെല്ലാം നീതിപൂർവമുള്ളതുമാണ്. വൈദൻ, അതുപോലെ തന്നെ ഫഇന്ന ഹാദൽ ഖുർആന സദ്ദഖ ജമീഅ മാ ജാഅത് ബിഹി റുസുൽ വഹൈമന അലൈഹ, റസൂലുകൾ വന്നിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം സത്യപ്പെടുത്തുന്ന, അതിനേക്കാളെല്ലാം മുകളിൽ നിൽക്കുന്ന കാര്യമാണ് ഈ ഖുർആൻ. വത്തഫഖ മിൻഹാ അലൽ ഉസൂലിൽ അദീമ വശറാഇൽ ഖിബാരിൽ ആമത്തി ശാമില, ഇതിൽ എല്ലാവിധ അടിസ്ഥാനങ്ങളും മഹത്തായ ശരീഅത്തിന്റെ നിയമങ്ങളും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. വൈലം ഫഇന്ന الرسل اخبروا وبشروا بمحمد صلى الله عليه وسلم وبما جاء به محمد صلى الله عليه وسلم فصدق مخبرها وحقت بشارتها. കാരണം എല്ലാ റസൂലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സന്തോഷ വാർത്തയെ അറിയിച്ചിട്ടുണ്ട്. ഖുർആൻ ഹഖാണ് എന്നുള്ളത് അറിയിക്കുന്നു. രണ്ടാമത്തേത് അസിഫത്തു സാനി, ഈ ആയത്തിൽ പറഞ്ഞ രണ്ടാമത്തെ അസിഫത്തു സാനിയതു അന്നഹു തഫ്സീലു ലികുല്ലി ഷൈ, ഖുർആൻ എല്ലാത്തിനെയും കൃത്യമായി വിശദീകരിച്ച് പറയുന്ന കാര്യമാണ്. وهذا شامل لجميع ما يحتاجه الخلق في عقائدهم وأخلاقهم وأعمالهم الظاهرة والباطنة وفي دينهم ودنياهم. ഖുർആനിൽ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള അവന്റെ വിശ്വാസം എന്താണ് എന്നുള്ളത്, അവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത്, ബാഹ്യവും ആന്തരികമായിട്ടുള്ള അവന്റെ കർമ്മങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത്, അവന്റെ ദീനും ദുനിയാവിനുള്ള നന്മകൾ എന്താണെന്നുള്ളത് അതെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഫഖദ് ശറഹ അല്ലാഹു ബിഹി വഫസ്സല തൗഹീദ വൽറിസാലത വൽജസാ, അല്ലാഹു കൃത്യമായി വിശദീകരിച്ചു തൗഹീദ് എന്താണ്, റിസാലത്ത് എന്താണ്, പരലോകത്തുള്ള പ്രതിഫലം എന്താണ്. വജമീഅൽ അഖായിദ് الصادقة الصحيحة شرحا وتفصيلا عظيما لا يساويه في ذلك أي كتاب كان وفصل فيه الحث على حقائق الإيمان. മറ്റൊരു കിതാബിനും വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിൽ യഥാർത്ഥ സ്വഹീഹായ വിശ്വാസം എന്താണ് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത്, തൗഹീദ് എന്താണ് എന്നെല്ലാം കൃത്യമായി പറഞ്ഞു. അതുപോലെ ഈമാനിന്റെ യാഥാർത്ഥ്യങ്ങളും വഅലാ തഖല്ലുഖ് ബിൽ അഖ്ലാഖിൽ ജമീല വതനസ്സുഹ് മിനൽ അഖ്ലാഖിർ റദീല, ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകണമെന്നുള്ളതും മ്ലേച്ഛമായ സ്വഭാവങ്ങൾ ഒഴിവാകണമെന്നും പഠിപ്പിച്ചു. വബയ്യന ത്വരീഖ വൽ അസ്ബാബ് അല്ലതി യുഹ്സൽ ഹുസ്നുഹാ വല്ലതി യുദ്ഫഉ ബിഹി സയ്യുഹാ, ഏറ്റവും നല്ല മാർഗം, നന്മ നേടിയെടുക്കാനും തിന്മകൾ തടയാനുമുള്ള ഏറ്റവും നല്ല മാർഗം ഇതിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. കമാ ഫസ്സല ശറാഇഹ الظാഹിറ വൽ അഅമാൽ الصالحة വൽ ഹലാല വൽ ഹറാമ വൽ ഖൈറ الشر, ദീനിന്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ കർമ്മങ്ങൾ, ഹലാല് ഹറാമ്, നന്മ തിന്മ, ഇതെല്ലാം കൃത്യമായി പഠിപ്പിച്ചു. വഫസ്സല ഫീഹി ജമീഅൽ മഖാസിദ് വൽ ഗായാത്ത് النافعة ദീനിയ വദുന്യവിയ,
ദീനിയായിട്ടും ദുന്യവിയായിട്ടും ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ലക്ഷ്യങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു. വവസ്സലമായു തവസ്സലു ബിഹി ഇലൈഹ, അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു. അതാ ഖുർആൻ എല്ലാത്തിനെയും കൃത്യമായി വിശദീകരിച്ചു. വവസ്സല ഫീഹിൽ ബറാഹിൻ അഖ്ലിയ്യ കമാ ഫസ്സല ഫീഹിൽ ബറാഹിൻ സമഇയ്യ, ഒരുത്തന് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാനുമുള്ള വ്യക്തമായ തെളിവുകളും ഖുർആനിലൂടെ നൽകി. അപ്പൊ ഒന്നാമത്തേത് ഖുർആൻ സത്യമാണ് എന്നുള്ളത് പറഞ്ഞു, ഒന്നാമത്തെ വിശേഷണം. രണ്ടാമത്തേത് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളെയും അതുപോലെ ഒഴിവാക്കേണ്ട തിന്മകളെയും കൃത്യമായി ഖുർആനിലൂടെ വിശദീകരിച്ചു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സിഫത്ത് ഈ ആയത്തിൽ പറഞ്ഞത് അസിഫത്തു സാലിസ അന്നഹു ഹുദൻ വറഹ്മത്തുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ഹുദയാണ്, നേർമാർഗമാണ്, റഹ്മത്ത് കാരുണ്യമാണ്. യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, അല്ലാഹു അവനുദ്ദേശിക്കുന്ന സുരക്ഷിതമായ മാർഗം തേടുന്ന, അവന്റെ തൃപ്തി നേടുന്നവരെ വഴികാണിക്കും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്കാണ് വഴി കാണിക്കുന്നത്. ഐ ലികുല്ലി ഹാലത്തിൻ ഖവീമത്തിൻ വതരീഖത്തിൻ മുസ്തഖീമ, അഥവാ എല്ലാവിധ നേരായ പാതയിലേക്ക്. യഹ്ദി ലി അഹ്സനിൽ അഅമാലി വൽ അഖ്ലാഖ്, ഏറ്റവും നല്ല കർമ്മങ്ങളിലേക്കും സ്വഭാവത്തിലേക്കും വഴി കാണിക്കുന്നു. വയഹ്ദി ലി മസാലിഹി ദീനി കുല്ലിഹ, ദീനിന്റെ എല്ലാ നന്മയിലേക്കും വഴി കാണിക്കുന്നു. വമനാഫിഉ ദുനിയ അല്ലതി ബിഹാ യഖൂമുദ്ദീൻ വതതിമ്മു സആദ, ദീനിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ദുനിയാവിന്റെ നന്മകൾ എന്തൊക്കെയാണോ അതിലേക്കും വഴി കാണിക്കുന്നു. വൽ ഫർഖു ബൈനൽ ഹുദാ വർ-റഹ്മ, എന്താണ് ഹുദയും റഹ്മത്തും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് നേർമാർഗവും കാരുണ്യവും തമ്മിലുള്ള വ്യത്യാസം? അന്നൽ ഹുദാ ഹുവൽ വസായിലു വത്തുർഖുൽ മുവസ്സിലതു ഇലാ ഖൈറാത്തിദ്ദീൻ ഇലാ ഖൈറാത്തിദ് ദുനിയ വൽ ആഖിറ. ഹുദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിലെയും പരലോകത്തിലെയും ഖൈറാത്തുകൾ, നന്മകൾ നേടിയെടുക്കാനുള്ള മാർഗമാണ്. വർ-റഹ്മ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഹിയ നഫ്സുൽ ഖൈറാത്തി വസ്സവാബിൽ ആജില വസ്സവാബിൽ ആജിലി വൽ ആജിൽ. റഹ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിലും പരലോകത്തും ലഭിക്കുന്ന നന്മകളാണ്. അഥവാ ഹുദ എന്ന് പറഞ്ഞാൽ ആ നന്മ ഖൈറുകൾ ലഭിക്കാനുള്ള മാർഗമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആ ലഭിക്കുന്ന പ്രതിഫലമാണ്. ഫസആദത്തു ദുനിയ വൽ ആഖിറ മുതവഖിഫത്തുൻ അല ഇത്തിബാഇ ഹാദൽ ഖുർആൻ ഇൽമൻ വഅമലൻ, ദുനിയാവിലും പരലോകത്തിനുള്ള സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുർആനിനെ ആര് പിൻപറ്റുന്നു എന്നതിലാണ്. പിൻപറ്റുന്നവർക്കാണ്. ഇൽമൻ വഅമലൻ, അറിവും വേണം, അതനുസരിച്ച് കർമ്മം ചെയ്യുകയും വേണം. അറിവ് മാത്രം പോരാ, അതനുസരിച്ച് കർമ്മം ചെയ്യുകയും വേണം. വഖസ്സല്ലാഹുൽ മുഅ്മിനീന ബിൽ ഹുദാ വർ-റഹ്മ, ഈമാനുള്ളവരെ ഹുദ കൊണ്ടും റഹ്മത്ത് കൊണ്ടും അല്ലാഹു പ്രത്യേകം പറഞ്ഞു. ലിഅന്നഹും ഹുമുൽ മുൻതഫിഊന അലൽ ഹഖീഖതി വബിഈമാനിഹിം ഇഹ്തദൂ വസാദഹുമുല്ലാഹു ഹുദൻ വറഹ്മ, അവർക്കാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഉപകരിക്കുന്നത്, അവരുടെ ഹിദായത്ത് വർദ്ധിക്കുന്നത്, അതുപോലെ തന്നെ കാരുണ്യം ലഭിക്കുന്നത്. ഫഹാദൽ ഖുർആൻ ബസായിറു ലിന്നാസി കുല്ലിഹിം, ഈ ഖുർആൻ എല്ലാ മനുഷ്യർക്കുമുള്ള ഉൾക്കാഴ്ച നൽകുന്ന കാര്യമാണ്. വബസ്സറഹും ജമീഅ മാ യഹ്താജൂന ഇലൈഹി, അവർക്ക് ആവശ്യമുള്ള എല്ലാത്തിനെയും വെളിവാക്കി കാണിച്ചു തരുന്നതാണ്. ഫലം യബ്ഖ ഖൈറുൻ ഇല്ലാ ദല്ലഹും അലൈഹി, ഒരു ഖൈറിനെയും ഖുർആൻ അറിയിക്കാതെ വിട്ടിട്ടില്ല. വലാ ശർറുൻ ഇല്ലാ ഹദ്ദറഹും മിൻഹു, ഒരു ഷർറിനെയും താക്കീത് ചെയ്യാതെ വിട്ടിട്ടില്ല. ഫഖാമത് ബിഹിൽ ഹുജ്ജതു അലാ കുല്ലി അഹദിൻ, എല്ലാവരുടെയും മേലെ ഹുജ്ജത്തായി കൊണ്ട് ഖുർആൻ നിലനിൽക്കുന്നതാണ്. വലാകിന്നഹു ഹുദൻ വറഹ്മത്തുൻ ലിഖൗമി യുഅ്മിനൂൻ, കാരണം അത് യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് നേർമാർഗമാണ്, അതുപോലെ തന്നെ റഹ്മത്തുമാണ്. എന്നിട്ട് അവസാനം ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ തഫദ്ദൽ അലൈനാ ബിൽ ഈമാനി സാദിഖ്, അല്ലാഹു ഞങ്ങൾക്ക് സാദിഖ് സത്യസന്ധമായ ഈമാൻ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. വജ്അൽ ഹാദൽ ഖുർആന ഹുദൻ വറഹ്മതൻ, ഈ ഖുർആനിനെ ഹുദയും റഹ്മത്തുമാക്കണമേ. ഇന്നക അൻതൽ ഖരീബുൽ മുജീബ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വസല്ലം. ഇമാം സഅദി റഹിമഹുല്ലാഹ് റിസാല അവസാനിപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ആദ്യത്തിൽ പറഞ്ഞതുപോലെ പണ്ട് മുതലേ ഉലമാക്കൾ പ്രത്യേകിച്ച് തുല്ലാബുകളോടും അതുപോലെ മുസ്ലിമുകളോടും പൊതുവായിട്ടും സൂറത്ത് യൂസുഫിന്റെ ഫവായിദുകൾ ഉറ്റാലോചിക്കാനും രേഖപ്പെടുത്താനും മനസ്സിലാക്കാനും പ്രോത്സാഹിപ്പിക്കാറുള്ള ഒരു കാര്യമായിരുന്നു. ധാരാളം കിതാബുകൾ അത് എഴുതപ്പെട്ടിട്ടുമുണ്ട്. കാരണം അത്രയധികം ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോ ഇത് വായിക്കാൻ സാധിക്കുന്നവർ വായിക്കുക, അതുപോലെ തന്നെ ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ തഫ്സീറുകൾ കേട്ടും പഠിച്ചും ഉറ്റാലോചിക്കുക. അതുപോലെ തന്നെ ഈ ദർസ് 5-6 ദർസുകൾ നമ്മൾ എടുത്തു. ആ ദർസുകൾ ഒരു തവണ കേട്ടിട്ട് ഒഴിവാക്കേണ്ടതല്ല. കാരണം ഇതിലെ പല കാര്യങ്ങളും ഒരു തവണ കൊണ്ട് അതിന്റെ ചില വശങ്ങൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ആവർത്തിച്ച് കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന, ഉൾക്കാഴ്ച നൽകുന്ന,
നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം ബന്ധിപ്പിക്കാവുന്ന പല പാഠങ്ങളും ഈ സൂറത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കാനും ഖുർആനിന്റെ എല്ലാ ആശയത്തെയും മനസ്സിലാക്കാനും അത് പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.